السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന കിതാബിൽ കഴിഞ്ഞ ദിവസം നാം പറഞ്ഞ ഹദീസുകളിൽ ഒന്നാമത്തെ ബാബാണ് വായിക്കുന്നത്. മഅരിഫത്തുല്ലാഹ് വൽ ഈമാനു ബിഹി, അള്ളാഹുവിനെ അറിയലും അള്ളാഹുവിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അവകാശമായ തൗഹീദിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷം അള്ളാഹുവിന്റെ ചില വിശേഷണങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു ഒന്നാമത്തെ ദർസിൽ. കഴിഞ്ഞ ദർസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗബ, അള്ളാഹു തആല പാപങ്ങൾ പൊറുക്കുന്നത്, അതിൽ സന്തോഷിക്കുന്ന കാര്യം പറഞ്ഞു. അള്ളാഹുവിന് ഫർഹ് എന്നുള്ള വിശേഷണമുണ്ട്. അതുപോലെ തൗബയുടെ വിശാലത പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കുറച്ചുണ്ടായിരുന്നു. അതിനുശേഷം അള്ളാഹുവിന്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യത്തിന്റെ വ്യാപ്തിയെ പറയുന്ന ഹദീസാണ് അതിനുശേഷം നമ്മൾ പറഞ്ഞത്. പിന്നീട് നമ്മൾ പറഞ്ഞത്, ഒരു കാഫിറാണെങ്കിൽ ഒരു കാഫിറിന് ദുനിയാവിൽ നന്മ ചെയ്താൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് കാണിക്കുന്ന നീതി എന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പിന്നെ അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹു തൃപ്തിപ്പെടും എന്നുള്ളതിനെ പറ്റിയിട്ടും പറഞ്ഞു. അടുത്ത ഹദീസ്, وعن أبي ذر رضي الله عنه قال قال رسول الله صلى الله عليه وسلم أطت السماء وحق لها أن تئط ما فيها موضع 4 أصابع إلا وفيه ملك ساجد لله تعالى. عطت السماء باقي وايكم عطت السماء وحق لها أن تئط. അത്ത എന്ന് പറഞ്ഞാൽ അൽ അതീത്ത് എന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒട്ടകമോ അല്ലെങ്കിൽ എന്തിനെങ്കിലും മേലെ ഭാരം കൂടിയിട്ട് ആ ഭാരം കൂടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ. ഒരു കാര്യത്തിന്റെ മേലെ ഭാരം കൂടിക്കഴിഞ്ഞാൽ അമരുന്നൊരു ശബ്ദം ഉണ്ടാവില്ല, അതിനാണ് അതീത്ത് എന്ന് പറയാം. അപ്പൊ ആകാശത്ത് അങ്ങനെ ശബ്ദമുണ്ടാകുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടാകുന്നു എന്ന് പറയാണ്. വഹഖ ലഹ അൻ തഇത്ത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ആ ആകാശത്തിന് അങ്ങനെ ഉണ്ടാവേണ്ടത് തന്നെയാണ്, അങ്ങനെ ഉണ്ടാകാൻ യോഗ്യമായിട്ടുള്ളതാണ് ആകാശം. മാ ഫീഹാ മൗദിഉ 4 അസാബിഅ ഇല്ലാ വഫീഹി മലകുൻ സാജിദുൻ ലില്ലാ. മാ ഫീഹാ, ആ ആകാശത്തിലില്ല, മൗദിഉ 4 അസാബിഅ, 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലമില്ല. 4 വിരലുകൾക്കുള്ള സ്ഥലം എന്താണോ അതിനുള്ള സ്ഥാനമില്ല. ഇല്ലാ വഫീഹി മലകുൻ സാജിദുൻ ലില്ലാഹി തആല, അവിടെ ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ. വല്ലാഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു ആണ്, ലൗ തഅലമൂന മാ അഅലം ലവഹിക്തും ഖലീല വലബകൈതും കസീറ. ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലവഹിക്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ. വലബകൈതും കസീറ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു. വമാ തലദ്ദൽതും ബിന്നിസാഇ അലൽ ഫുറുഷ്, നിങ്ങൾ കിടപ്പറയിൽ നിങ്ങളുടെ സ്ത്രീകളെ ആസ്വദിക്കുമായിരുന്നില്ല. വലഖറജ്തും ഇലസ്സുഅദാത്ത്, വിശാലമായ തുറന്ന പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ പുറപ്പെടും. തജ്അറൂന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിലവിളിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടുമെല്ലാം നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമായിരുന്നു എന്ന് പറയാം. رواه الترمذي وقال حديث حسن قوله لو تعلمون ما أعلم لضحكتم قليلا ولبكيتم كثيرا في الصحيحين من حديث أنس. ഇതിന്റെ വേറെ റിവായത്തിൽ അവാക്ക് വന്നിട്ടുണ്ടെന്ന് പറയാം. ഈ ഒരു ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗാംഭീര്യത്തെ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അറിയിക്കാനാണ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ മഹത്തരമായിട്ടുള്ള ആകാശത്തിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വിശേഷണങ്ങളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഗാംഭീര്യവും അള്ളാഹുവിന് നാം കൊടുക്കേണ്ട ആ അവമത്തും ഭയവും എല്ലാം അറിയിക്കുന്ന ഒരു ഹദീസാണിത്. ഹദീസിന്റെ ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തത്തിസ് സമാഉ വഹഖ ലഹാ അൻ തഇത്ത,
ആകാശം ഭാരം കാരണത്താൽ ശബ്ദമുണ്ടാകുന്ന പോലെ അത്രത്തോളം ഭാരം നിറഞ്ഞ അവസ്ഥയിലാണ് ആകാശമുള്ളത്. ആകാശം അങ്ങനെ ആ ശബ്ദം ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്ന് പറയാണ്. അഥവാ ഒരു ഒട്ടകവും മറ്റുമൊക്കെ കൂടുതൽ ഭാരമേറ്റി കഴിഞ്ഞാൽ അത് അമർന്നൊരു ശബ്ദമുണ്ടാകും ഏതൊരു സാധനത്തിന്റെ മേലെയും. ആ ശബ്ദത്തിനാണ് അത്തീത്ത് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ശബ്ദം ആകാശത്തിന് ഉണ്ടാകുന്നുണ്ട്, അത് ഉണ്ടാകേണ്ടത് തന്നെയാണ്. എന്താണ് കാരണം? മാ ഫീഹാ മൗദിഉ അർബഇ അസാബിഹ് ഇല്ലാ വഫീഹി മലക്കുൻ സാജിദുൻ ലില്ലാഹി തആല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ ലോകത്ത് 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലമില്ല. അവിടെ ഏതെങ്കിലും ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ അല്ലാഹു തആല പ്രത്യേകം സൃഷ്ടിച്ചിട്ടുള്ള, പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകൾ യഥാവിധി അനുസരിക്കുന്ന സൃഷ്ടിയാണ് മലക്കുകൾ എന്നുള്ളത്. വരും ബാബുകളിൽ മലക്കുകളുമായി ബന്ധപ്പെട്ട് മാത്രം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ആകാശ ലോകത്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രമാത്രം മലക്കുകൾ ആകാശ ലോകത്തുണ്ട്. അപ്പൊ ഓരോ മലക്കുകൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. അതിൽ പൊതുവായി മലക്കുകളുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് അറിയുന്ന പോലെ വഹീന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട്. അതുപോലെ മഴയുടെ കാര്യമാവട്ടെ, അന്ത്യനാളിൽ കാഹളത്തിൽ ഊതുന്നതാവട്ടെ, റൂഹ പിടിക്കുന്നതാവട്ടെ, ഗർഭപാത്രത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാവട്ടെ, അങ്ങനെ ഓരോന്നിനും നിർണയിക്കപ്പെട്ട മലക്കുകളുണ്ട്. എന്നാൽ പൊതുവെ മലക്കുകളുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ യഥാവിധം അനുസരിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. അവിടെ ആകാശ ലോകത്ത് സുജൂദ് സൃഷ്ടിച്ച നിമിഷം മുതൽ സുജൂദിലായിക്കൊണ്ട് മാത്രം ഇരിക്കുന്ന മലക്കുകളുണ്ട്. അപ്പോ ആകാശലോകം എന്ന് പറഞ്ഞ വിശാലാണ്. നമ്മൾ ഈ കാണുന്ന ആകാശം എന്നല്ല, അതിനപ്പുറത്തേക്കുള്ള 7 ആകാശങ്ങളിലും ഇതുപോലെ മലക്കുകൾ സുജൂദിലാണ്. അപ്പൊ അത്രയും ആകാശലോകത്ത് മലക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാരത്തിനെ പറ്റി പറയാൻ. എന്നിട്ട് ആ ഗാംഭീര്യത്തെ അത്രത്തോളം ആ ആകാശലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളുണ്ട്, അള്ളാഹുവിന് സുജൂദിലായിട്ടുണ്ട്, മലക്കുകളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വല്ലാഹി അല്ലാഹുവാണ് സത്യം ചെയ്തു പറയുകയാണ്, ലൗ തഅലമൂന മാ അഅലം ലളഹിക്തും ഖലീല വലബകൈതും കസീറ. ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുകയുള്ളൂ, ധാരാളം കരയുമായിരുന്നു എന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കണ്ടിട്ടുണ്ട്, സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പരലോകത്തെ മറ്റു പല അത്ഭുതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗാംഭീര്യം, അതുപോലെ തന്നെ നരകത്തിലെ ശിക്ഷ, അതുപോലെ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. മനുഷ്യരെക്കാൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെക്കാൾ ആ വിഷയത്തിൽ അറിവുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം ഓർമ്മിപ്പിച്ചത്. അവിടെ അവസാനിപ്പിച്ചില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ തലസ്സൽതും ബിന്നിസാഇ അലൽ ഫുറുഷ്. നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുമായി അഥവാ ഭാര്യമാരുമായിട്ട് കിടപ്പറയിൽ നിങ്ങൾ ആസ്വദിക്കുകയില്ല. തലസ്സൽതും പറഞ്ഞാൽ ആസ്വദിക്കുകയില്ല എന്നുള്ളത് മനുഷ്യന്റെ ശാരീരികമായ ആസ്വാദനത്തിൽ ഏറ്റവും മനുഷ്യൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആസ്വാദനമാണത്. അതുപോലും അവർ എന്ത് ചെയ്യുകയില്ല, അവർക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അഥവാ ആകാശലോകത്തെ ഗാംഭീര്യവും പരലോകത്തെ വിഷയങ്ങളും മനസ്സിലാക്കിയിരുന്നെങ്കിൽ. വലഖറജ്തും ഇല സുഅദാതി. എന്താണ് നിങ്ങൾ ചെയ്യുക? നിങ്ങൾ ചെയ്യുക വിജനമായ പുറം പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടും. തജ്അറൂന ഇലല്ലാഹി തആല. അല്ലാഹുവിലേക്ക് നിലവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അള്ളാഹുവിലേക്ക് നിലവിളിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പൊ ഈ ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചും പരലോകത്തെ അവസ്ഥകളെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ കാര്യത്തെയും കുറിച്ചും എത്ര ഭയം നമുക്കുണ്ടാവണം എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിത തിരക്കുകളിലും മറ്റു പല കാര്യങ്ങളിലുമായിട്ട് മുഴുകുമ്പോൾ നമ്മുടെ മരണത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചോ അന്ത്യനാളിനെ കുറിച്ചോ വിചാരണയെക്കുറിച്ചോ നരകസ്വർഗങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ മറന്നുപോകും. അതിനെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ പോകും. ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ സ്വർഗം 7 തവണ ചോദിക്കാതെ നരകത്തിൽ നിന്ന് 7 തവണ രക്ഷ നേടാതെ ഉണ്ടാകാൻ പാടില്ല. കാരണം ഒരു ദിവസം അങ്ങനെ ഒരു തവണ ചെല്ലുമ്പോൾ സ്വർഗം തന്നെ അള്ളാഹുവിനോട് പറയും ഇവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, നരകം പറയും ഇവനെ നരകത്തിൽ രക്ഷിക്കണം. നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇന്നിപ്പോൾ നമ്മുടെ 5 വഖ്ത് നിസ്കാരം കഴിഞ്ഞുള്ള ഈ സമയത്ത് നമ്മൾ ഒരു തവണയെങ്കിലും അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിച്ചിട്ടുണ്ടോ, നരകത്തിൽ നിന്ന് രക്ഷ തേടിയിട്ടുണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ അത്രത്തോളം അതിനെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും
ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഗാംഭീര്യത്തെ ഓർമ്മിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഹദീസിന്റെ തന്നെ വേറെ ചില റിവായത്തിൽ ഒന്നുകൂടി വിശദമായി ഈ കാര്യം കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പോകുമ്പോൾ സഹാബികൾ കുറച്ചുപേർ കളിയും തമാശയും ചിരിയുമായിട്ടിരിക്കുന്ന കണ്ടു, ചിരിച്ചു കളി സംസാരിക്കുന്ന കണ്ടു. അത് കുറച്ച് അധികമാണെന്ന് തോന്നിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കൽ പോയിട്ട് എന്ത് പറഞ്ഞത്? ഈ വാക്ക് പറഞ്ഞത്, ലൗ തഅലമൂന മാ അലം ലളഹക്തും ഖലീല വലബകൈതും കസീറ എന്നുള്ള വാക്ക് പറഞ്ഞത്. അതിന് ശേഷം കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു പോയി. അപ്പോൾ സഹാബികൾ ഇത് കേട്ട് കരയാൻ തുടങ്ങി. സഹാബികളുടെ ഹൃദയത്തിൽ അവർ കുറച്ച് കളിയും തമാശയുമായിട്ട് ഒന്ന് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചപ്പോൾ അവർ ഇത് ആലോചിച്ച് കരയാൻ തുടങ്ങി. ചില സഹാബികൾ അള്ളാഹുവിൽ നിരാശപ്പെടുമാറ് വേദനിക്കുന്ന, അതിനെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമാറ് വിഷമിക്കാൻ തുടങ്ങി. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറക്കി. എന്നിട്ട് ചോദിച്ചു, യാ മുഹമ്മദ് ലിമ തുഖന്നിതു ഇബാദി, ഏ മുഹമ്മദ് എന്തിനാണ് എന്റെ അടിമകളെ നീ നിരാശപ്പെടുത്തിയത്? എന്തിനാണ് എന്റെ അടിമകളെ നിരാശപ്പെടുത്തിയത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്ന് ഈ സഹാബികളോട് പറഞ്ഞു, അബ്ശിറു വസദ്ദിദു വഖാരിബു എന്ന് പറഞ്ഞു. അബ്ശിറു, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. വസദ്ദിദു, നിങ്ങൾ നേരെ ചൊവ്വയെ നിലകൊള്ളുക, സിറാത്തുൽ മുസ്തഖീമിനോട് യോജിച്ച് ഏതൊരു കാര്യത്തിന്റെയും പരിപൂർണതയിൽ ചെയ്യാൻ നോക്കുക. വഖാരിബു, ഇനി എന്തെങ്കിലുമൊക്കെ വീഴ്ച വരികയാണ്, ചില അബദ്ധങ്ങൾ വരികയാണ്, ചില വീഴ്ചകൾ വരികയാണെങ്കിൽ ആ പരിപൂർണതയിലേക്ക് അടുക്കാൻ വേണ്ടി തൗബ ചെയ്ത് മടങ്ങിയിട്ടും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുമെല്ലാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിക്കുകയും ചെയ്തു എന്ന് ഇതിന്റെ മറ്റ് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിന്റെ ഈ കിതാബിലൂടെ കൊടുക്കാനുള്ള ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട് ചില ഹദീസുകൾ അടുത്ത് വരുന്നുണ്ട്. അടുത്ത ഹദീസ്, വലിമുസ്ലിമിൻ അൻ ജുൻദുബിൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ قال رجل والله لا يغفر الله لفلان. മുസ്ലിമിലുള്ള റിവായത്താണ്. ജുൻദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, മർഫൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർത്തിക്കൊണ്ട്, ഖാല റജുലുൻ, ഒരു വ്യക്തി ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, അല്ലാഹു ആണ് ഇന്നാലിന്ന ഒരാളെ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതായത് ഒരാൾ വേറൊരാളെ പറ്റി പറയാണ്, അവൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല. فقال الله عز وجل, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാനിൻ, മൻ ദല്ലദി, ആരാണുള്ളത്, യതഅല്ല എന്ന് പറഞ്ഞാൽ യഹ്ലിഫ, സത്യം ചെയ്തു പറയാൻ, അലയ്യ എന്റെ മേലെ സത്യം ചെയ്തു പറയാൻ ആരാണുള്ളത്, അല്ലാ അഗ്ഫിറ ലിഫുലാനിൻ, ഞാൻ ഒരാൾക്ക് പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ ആരാണുള്ളത്, ഇന്നി ഖദ് ഗഫർതു ലഹു, ഞാൻ അവന് പുറത്തു കൊടുത്തിട്ടുണ്ട്, വഹ്ബത്തു അമലക്, നിന്റെ അമലുകളെല്ലാം നശിച്ചു പോയിട്ടുമുണ്ട് എന്ന് പറയാണ്. ഈ ഒരു ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അറിവില്ലാതെ പറയുന്ന ഈ ഹദീസുകളെല്ലാം കിതാബു തൗഹീദിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ധാരാളം ഹദീസുകൾ കിതാബു തൗഹീദിൽ കൊടുത്തിട്ടുള്ളതാണ് ഓരോ ബാബുകളിലായിട്ട്. അത് ഇവിടെ വേറെ രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇതിൽ പറയുന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ചില സൂക്ഷ്മതയുണ്ട്, അവൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതല്ലാതെ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ അമലുകളെല്ലാം തകർന്നു പോകാൻ ആ സംസാരം മതിയാകും. ഈ ഹദീസിന്റെ വേറെ റിവായത്തുകളിൽ ഒന്നുകൂടി വിശദമായി കാര്യം വന്നിട്ടുണ്ട്. രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. അതിലൊരാൾ കിതാബ് തൗഹീദ് ആ റിവായത്തുള്ളത്, അതിലൊരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന, അതിന് ഇജ്തിഹാദ് ചെയ്യുന്ന, പരിശ്രമിക്കുന്ന ആളാണ്. രണ്ടാമത്തെ ആൾ പാപം സംഭവിക്കുന്ന ആളാണ്. അങ്ങനെ ഈ പാപം സംഭവിക്കുന്ന ആളോട് ഈ ഇബാദത്തിൽ മുഴുകുന്ന ആള് കാണുമ്പോഴൊക്കെ പറയും, നീ അക്സിർ, നീ കുറക്ക്, നിന്റെ പാപങ്ങളൊക്കെ ഒഴിവാക്ക്, നിർത്ത് എന്ന് പറയും. അപ്പൊ ഒരു ദിവസം ഈ പാപം ചെയ്ത ആള് തിരിച്ചു ചോദിച്ചു, അങ്ങനെ എന്തോ പാപം ചെയ്തപ്പോ കുറച്ച് കൂടുതലായി പറഞ്ഞപ്പോ തിരിച്ചു ചോദിച്ചു, എന്റെ മേലെ അള്ളാഹ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ കാര്യം, എന്നെ വിട്ടേക്ക്, ഞാനും അള്ളാഹ് ആയിക്കോളാം നിലക്ക് പറഞ്ഞു. ആ സമയത്ത് ഈ ഇബാദത്ത് ചെയ്യുന്ന ആള് ദേഷ്യത്തിൽ പറഞ്ഞു, എന്താ പറഞ്ഞത്, അള്ളാഹു നിനക്ക് പുറത്തു നൽകില്ല, അള്ളാഹു ആണ്, അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു നൽകില്ല എന്നുള്ളത് വാക്ക് പറഞ്ഞു. എന്നിട്ട് ആ വാക്കിന്റെ മേലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്, എന്റെ മേലെ ഞാനൊരു കാര്യം ചെയ്യില്ല എന്ന് പറയാൻ, സത്യം ചെയ്ത് പറയാൻ അവൻ എന്താണ് അവകാശമുള്ളത് എന്ന് പറഞ്ഞ്
അവന്റെ അമലുകൾ പൊളിഞ്ഞു പോവുകയും ഈ ചെയ്തവന് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് പുറത്തു കൊടുക്കുകയും ചെയ്തതായിട്ടുള്ള ഒന്നുകൂടി വിശദമായ ആ കാര്യം പറയുന്ന റിവായത്തുണ്ട്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു വാക്കുകൊണ്ട് അവന്റെ ദീനും ദുനിയാവും പരലോകവും എല്ലാം നശിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുന്ന വാക്കുകളിലുള്ള സൂക്ഷ്മത, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന്റെ വിശാലത എന്നീ കാര്യങ്ങളൊക്കെ ഈ ഹദീസിൽ പറയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം അള്ളാഹു പുറത്തു കൊടുക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു കാരുണ്യം ചൊരിയുന്നത് ഇതൊന്നും ഇല്ല എന്ന നിലക്ക് പറയാം. അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യത്തെ അള്ളാഹു ചെയ്യില്ല എന്ന നിലക്ക് പറയാൻ ഒരു മനുഷ്യന് എന്തില്ല, അവകാശമല്ല. അത് ഒരിക്കലും യോജിച്ചതല്ല. നമ്മൾ ആലോചിച്ച് നോക്കിയും, ആകാശഭൂമികൾ റബ്ബായിട്ടുള്ള സൃഷ്ടാവായിട്ടുള്ള ഖാലിഖും മാലിക്കുമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അങ്ങനെ ഒരു വാക്ക് പറയുക എന്നുള്ളത് എന്ത് അപകടമാണ്. അതുകൊണ്ട് തന്നെ ആ വാക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ അല്ലെങ്കിൽ അള്ളാഹുവിനോട് എങ്ങനെ നിൽക്കണം, അള്ളാഹുവിനോടുള്ള അദബ് അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ അദബ് അറിയാതെ പറഞ്ഞു പോയൊരു വാക്കിന്റെ പേരിൽ അവന്റെ ദുനിയാവും പരലോകവും നശിച്ചു പോവാണ്. അള്ളാഹുവിനെ പറ്റി സംസാരിക്കുമ്പോൾ ചില അദബുകളുണ്ട്. ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പറ്റി പറയുന്ന ചില ആയത്തുകളുണ്ട് സൂറത്ത് ശുറായിലെല്ലാം. അതിൽ പറയുന്ന വാക്കിൽ അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ എന്നുള്ള ഈ വാക്ക് പറയുന്നിടത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട് വ ഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ എന്ന് പറയുന്നുണ്ട്. അതായത് എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, അതെല്ലാം പറഞ്ഞു. പക്ഷേ രോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ എന്താണ്, വ ഇദാ മരിദ്തു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, എനിക്ക് ശിഫ നൽകുന്നത് അവനാണ്. എനിക്ക് രോഗം തന്ന അള്ളാഹു എന്നല്ല പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു അത് അള്ളാഹുവിനോട് കാണിക്കുന്ന അദബാണ്. അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ കാണിക്കുന്ന അദബാണ്. ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. പക്ഷെ ഒരു ഷെറിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല. അങ്ങനെ ചില അദബുകൾ അള്ളാഹുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ അള്ളാഹു ചെയ്യില്ല എന്ന നിലയ്ക്ക് സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് അവന്റെ ദുനിയാവും പരലോകവും നശിച്ചു പോവുകയുണ്ടായി. ഇനി എന്നാൽ ചില സമയങ്ങളിൽ ചില വാക്കുകൾ ഈ നിലക്ക് പറയാം. ഖൈറിനെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്യും എന്ന നിലക്ക് പറയാം. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു നൽകും, ഒരാൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു ഞെരുക്കം വന്നു, അള്ളാഹു എനിക്ക് അതിനൊരു തുറവി നൽകും എന്ന് പറയാണ്. അങ്ങനെ പറയുന്നതുകൊണ്ട് എന്തില്ല, തെറ്റില്ല. അങ്ങനെ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ട് തെറ്റില്ല. ഇപ്പൊ ചില ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന മിൻ ഇബാദില്ലാഹ് മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, ആ അടിമകൾ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അതുപോലെ നടപ്പിലാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ വലായത്ത് ലഭിച്ചിട്ടുള്ള ചില അടിമകൾ അള്ളാഹുവിൽ സത്യം ചെയ്ത് അവനൊരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു അതുപോലെ നടപ്പിലാക്കും. അതിലൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദരനായിട്ടുള്ള അനസ് ബിൻ നബർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ഗണത്തിൽപ്പെട്ട, അഥവാ അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞാൽ അള്ളാഹു നടത്തി കൊടുക്കുമായിരുന്നു. അതിനൊരു സംഭവം കാണാം. ഒരിക്കൽ അനസ് ബിൻ നബർ റളിയല്ലാഹുവിന്റെ സഹോദരി പേര് ഫാത്തിമ എന്നോ മറ്റാണ്, സഹോദരി മറ്റൊരു സ്ത്രീയുമായിട്ടുണ്ടായ എന്തോ സംസാരത്തിന്റെ ഇടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ സഹോദരിയുടെ കൈ കൊണ്ട് ആ മറ്റേ സ്ത്രീയുടെ പല്ല് പൊട്ടുകയുണ്ടായി. പല്ല് പൊട്ടി. അപ്പൊ പല്ല് പൊട്ടി കഴിഞ്ഞാൽ ഖിസാസ് നടപ്പിലാക്കണം, തിരിച്ചിങ്ങോട്ട് പല്ല് പൊട്ടിക്കണം, അതാണ് ശിക്ഷ. അപ്പൊ അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവര് പകരം അവരുടെ കുടുംബത്തിന് ആ പല്ല് പൊട്ടിയതിന് പകരം അവർക്ക് പണം നൽകിയിട്ട്, ബ്ലഡ് മണി നൽകിയിട്ട് ഒഴിവാക്കാൻ നോക്കി. പക്ഷെ അവര് തയ്യാറായില്ല. തിരിച്ച് പല്ല് പൊട്ടിക്കാൻ വേണം പറഞ്ഞു. പുറത്തു നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടു, അവരതിന് തയ്യാറായില്ല. അങ്ങനെ ഒരവസ്ഥയിലെത്തി. അങ്ങനെ പല്ല് പൊട്ടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് പല്ല് പൊട്ടിക്കാൻ വേണ്ടി വിധി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അനസ് ബിൻ നബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു, വല്ലാഹി അള്ളാഹു ആണ് അവളുടെ പല്ല് പൊട്ടിക്കപ്പെടൂല എന്ന് പറഞ്ഞു. അതായത് എന്തായാലും അവർ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലഡ് മണി സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ അവർ തയ്യാറാവും എന്നുള്ള വിശ്വാസത്തിൽ ഖൈറിനെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ
ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പല്ല് പൊട്ടിയവരുടെ ആളുകൾ വന്ന് പറഞ്ഞു ഞങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവായി കൊടുക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ ഇബാദില്ലാ മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർ അല്ലാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ അതുപോലെ അല്ലാഹു നടപ്പിലാക്കും. അതിൽപ്പെട്ട ഒരാളാണ് അനസ് ബിൻ നദർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ വേറെയും ചില സഹാബികൾ, ബറാ ഇബ്നു മാലിക് എന്ന് വേറെയും ചില സഹാബികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് കാണാം. അവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു ഖൈറിനെ ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അള്ളാഹു എന്നെ സഹായിക്കും, എനിക്ക് ഉറപ്പാണ് എന്ന നിലക്കൊക്കെ പറയാം. പക്ഷെ അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യം അള്ളാഹു അതിന് ചെയ്യൂല, പുറത്തു കൊടുക്കൂല. ആ നിലക്കുള്ള ഒരു വാക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അത് ഗൗരവമുള്ള കാര്യമാണ്. പിന്നെ വീണ്ടും ചില കാര്യങ്ങൾ അള്ളാഹുമായിട്ടുള്ള അദബായി കൊണ്ട് സംസാരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട അദബുകൾ ഉണ്ട്. അടുത്ത ഹദീസ്, വലഹു അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, സഹീഹ് മുസ്ലിമിലെ തന്നെ ഹദീസ്. ലൗ യഅലമുൽ മുഅ്മിനു മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബതി മാ തമിഅ ബിജന്നതിഹി അഹദുൻ വലൗ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മതി മാ ഖനത മിൻ ജന്നതിഹി അഹദുൻ. ഇതിലെ ഓരോ ഹദീസും നമ്മൾ ശരിക്കും ചിന്തിക്കണം. കാരണം അള്ളാഹുവിനെ അറിയാനുള്ള അല്ല അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് ഓരോ ഹദീസിലൂടെയും പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ശരിക്ക് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി ഒരാൾ അറിവില്ലാതെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ ചെയ്തത്, അവിടെ ഇയാൾക്ക് തെറ്റ് ചെയ്ത ആളാണോ അയാൾക്ക് കാരുണ്യം കൊണ്ട് പുറത്തു കൊടുക്കുകയും നന്മ ചെയ്തിരുന്നാൽ ഒറ്റ വാക്കുകൊണ്ട് എന്ത് ചെയ്തു, അയാളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോവുകയും ചെയ്തു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള മഅരിഫത്ത് ഉണ്ടാക്കി തരുന്ന ഹദീസുകളാണ് ഇതിലോരോന്നും. ഈ ഹദീസിൽ പറയുന്ന വിഷയം അള്ളാഹുവിലുള്ള റജാവും ഖൗഫും, ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അള്ളാഹുവിലുള്ള പ്രതീക്ഷ, അള്ളാഹുവിലുള്ള ഭയം. ഇബാദത്തിന് 3 അർക്കാനുകളാണുള്ളത്. 3 അർക്കാനുകളിലൂടെയാണ് ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. അഥവാ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ 3 അർക്കാനുകൾ അതിനുണ്ടായിരിക്കണം. 1 ഖൗഫ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കണം. 2 അർ-റജാ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കണം. 3 അൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടായിരിക്കണം. ഈ 3 എണ്ണം ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ ഇബാദത്ത് പരിപൂർണമാകുന്നത്. ഇത് ഏതെങ്കിലും ഒന്ന് മാത്രം ആയിക്കൊണ്ട് ഇബാദത്ത് ചെയ്താൽ അവൻ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് പിഴച്ചു പോകും. ഇതിൽ അടിസ്ഥാനമാണ് റജാവും ഖൗഫും, ഭയവും പ്രതീക്ഷയും. ഇത് നേരെയാകുമ്പോഴാണ് ഇബാദത്തിന്റെ കാമ്പായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഇഷ്ടം നേരെ ചൊവ്വേ ആവുകയുള്ളൂ. അപ്പൊ ഈ ഹദീസിൽ റജാഇനെയും ഖൗഫിനെയും പറ്റി അറിയിക്കുന്നതാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൗ യഅലമുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ഇൻദല്ലാഹി മിനൽ ഉഖൂബ, അള്ളാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹു തെറ്റുകൾക്ക് പാപങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള ശിക്ഷയെ കുറിച്ച് ഒരു മുഅ്മിൻ അറിഞ്ഞിരുന്നെങ്കിൽ, മാ തമിഅ ബിജന്നതിഹി അഹദുൻ, ഒരാളും തന്നെ സ്വർഗത്തെ കൊതിക്കുകയില്ല. ഒരാളും തന്നെ സ്വർഗത്തെ കൊതിക്കുകയില്ല. അപ്പൊ നമുക്കൊക്കെ എന്തുണ്ട്, സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പാപങ്ങളിലെ വീഴ്ച ഉണ്ടെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും ഇബാദത്തിൽ വീഴ്ച ഉണ്ടെങ്കിലും നമ്മൾ സ്വർഗം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ പറയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഗാംഭീര്യം അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അതെത്ര കടുത്തതാണ് എന്നൊരാൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവന് പിന്നെ സ്വർഗത്തെ കൊതിക്കാൻ തോന്നില്ല എന്ന്. കാരണം ആ പാപങ്ങൾക്കുള്ള ശിക്ഷ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം പിന്നെ കൊതിക്കാൻ അവന് സാധിക്കാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. അത്ര ഗൗരവത്തിലുള്ള ശിക്ഷകൾ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ഭയത്തിന്റെ ബാബാണിത്, ഖൗഫിനെ അറിയിക്കാനാണ്. എന്നിട്ട് പറയാണ്, വലൗ യഅലമുൽ കാഫിർ, ഒരു കാഫിർ എങ്ങാനും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന ഒരാൾ മനസ്സിലാക്കുകയാണ്, മാ ഇൻദല്ലാഹി മിനർ റഹ്മ, അള്ളാഹുവിന്റെ അടുക്കലുള്ള കാരുണ്യം എത്രയാണ് എന്ന്, എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്നൊരു കാഫിർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ ഖനത മിൻ ജന്നതിഹി അഹദുൻ, ഒരു കാഫിർ പോലും സ്വർഗത്തില് നിരാശപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല. സ്വർഗത്തെ തൊട്ട് ആശയറ്റ അവസ്ഥ ഉണ്ടാവില്ല. അഥവാ കുഫ്ർ ഏറ്റവും വലിയ പാപാണ്, കുഫ്റും ശിർക്കൊക്കെ. അവൻ വരെ സ്വർഗത്തിൽ കടക്കുന്നു പ്രതീക്ഷിച്ചു പോകും അള്ളാഹുവിന്റെ കാരുണ്യത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അതായത് ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും എക്സ്ട്രീം എത്രത്തോളം ഉണ്ട് എന്നറിയിക്കുന്ന ഒരു ഹദീസാണത്. ഭയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയപ്പെടണം നമ്മൾ അള്ളാഹുവിനെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല, കാരണം നമ്മുടെ പാപങ്ങൾ അത് എത്ര നിസ്സാരമാണെങ്കിലും അതിന്റെ പേരിൽ നമ്മെ പിടികൂടുമോ എന്നുള്ള ഭയം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഭയത്തിന്റെ ഭാഗം. ഇപ്പൊ സഹാബികൾ ചിലർ തന്നെ പറഞ്ഞ, പിൽക്കാലത്ത് താബിഈങ്ങളും ആയിട്ടുള്ള കാലത്ത് അവസാന കാലത്ത് ജീവിച്ച സഹാബികൾ പറഞ്ഞത് കാണാം, നിങ്ങൾ ഇന്ന് നിസ്സാരമായി കാണുന്ന ഒരു പാപം ഞങ്ങളുടെ കാലത്ത്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമായി ഞങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ വൻപാപമായി എണ്ണിയിരുന്ന കാര്യമായിരുന്നു എന്ന് അവസാന കാലത്ത് ജീവിച്ച ചില സ്വഹാബികൾ താബിഈങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം. അവസാന കാലത്ത് ജീവിച്ച സ്വഹാബികൾ ഖൈറു ഉമ്മത്താണ്, ഏറ്റവും നല്ല സമൂഹമാണ്. അവരോട് തന്നെ പറയുകയാണ്, താബിഈങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇന്ന് നിസ്സാരമായി കാണുന്ന പല പാപങ്ങളും ഞങ്ങൾ വൻപാപമായി എണ്ണിയിരുന്നതായിരുന്നു എന്ന്. അപ്പൊ ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് എത്രത്തോളം ഗൗരവമുള്ളതായിരിക്കും അത്? അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര നല്ല ഉപമയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ശിക്ഷയുടെ യാഥാർത്ഥ്യം, ഗൗരവം എങ്ങാനും ഒരു മുഅ്മിൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ പിന്നെ സ്വർഗത്തെ കൊതിക്കൂല. കാരണം കൊതിക്കാൻ ഉണ്ടാവൂല, സാധിക്കൂല. കാരണം അവന്റെ ആ പാപത്തിനെ കുറിച്ച്, അതിന്റെ ശിക്ഷയെ കുറിച്ച് പേടിക്കാനാണ് അവൻ അവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ആ നിലക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ പുറത്തു കിട്ടിയോ നമുക്കറിയില്ല. നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടാവും, പുറത്തു കിട്ടിയെന്നുള്ള ഉറപ്പുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ, അതിൽ എന്തെല്ലാം തരത്തിൽ വീഴ്ചകൾ ഉണ്ടാകും. കൃത്യസമയത്ത് ഇബാദത്ത് നിർവഹിക്കുന്നതിൽ വീഴ്ച വരാം, അല്ലെങ്കിൽ ആ ഇബാദത്തിന്റെ പരിപൂർണതയിൽ വീഴ്ച വരാം, അതിലെ ഖുശൂഇൽ വീഴ്ച വരാം, അങ്ങനെ പല വീഴ്ചകളും വരാം, പല കാര്യങ്ങളിൽ ആ മേഖലയിൽ വരാം. അതിനെ തൊട്ടെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കണം. അതേസമയം ഭയപ്പെട്ട് നിരാശപ്പെടുകയാണോ വേണ്ടത്? അല്ല. അതിനാണ് രണ്ടാമത്തെ ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലൗ യഅലമുൽ കാഫിർ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അത്രയും തെമ്മാടിത്തരം ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയും പാപം ചെയ്യുന്ന ഒരു കാഫിർ, അവനെങ്ങാനും മാ ഇൻദല്ലാഹി മിനർ റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അവൻ അറിഞ്ഞിരുന്നെങ്കിൽ, മാ ഖനത മിൻ ജന്നതിഹി അഹദുൻ, അവരിൽ ഒരാൾ പോലും എന്ത് ചെയ്യില്ല, പിന്നെ സ്വർഗം നഷ്ടപ്പെടുന്നുള്ള പേടി ഉണ്ടാവില്ല. എന്തായാലും സ്വർഗം കിട്ടും. കാരണം അത്രത്തോളം കാരുണ്യം ചൊരിയുന്ന, അത്രത്തോളം പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന, അത്രത്തോളം വിശാലമായ കാരുണ്യമുള്ളവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോ ഈ ചെറിയൊരു കർമ്മമാണെങ്കിലും വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ചെറിയൊരു കർമ്മം കൊണ്ട് അള്ളാഹു തആല അത് പുറത്തു തന്നേക്കാം എന്നുള്ള പ്രതീക്ഷയും അവിടെ ഉണ്ടാകണം. അപ്പൊ ഈ ഹദീസ് റജായിനെയും ഖൗഫിനെയും മനസ്സിലാക്കാൻ ഏറ്റവും യോജിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ഖൗഫിന്റെ കാര്യം പറയുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടണം, അതിന്റെ ഏതവസ്ഥയിലായിരിക്കണം, അങ്ങനെ ഭയപ്പെടണം. പ്രതീക്ഷ വെക്കുമ്പോഴോ പ്രതീക്ഷയുണ്ടായിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു നൽകും, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ സൽക്കർമ്മം സ്വീകരിക്കും, ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. ഒരു മുഅ്മിനിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സന്ദർഭത്തിലും അവൻ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും നടുവിലായിരിക്കണം, അവൻ റജാഇന്റെയും ഖൗഫിന്റെയും നടുവിലായിരിക്കണം. ഇപ്പൊ അവനൊരു സൽക്കർമ്മങ്ങൾ ചെയ്തു, അവന്റെ പ്രതീക്ഷ എന്താണ്? ഇത് അള്ളാഹു സ്വീകരിക്കും. അവന്റെ ഭയം എന്താണ്? അള്ളാഹു ഇത് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ളത്. ഇതിന്റെ നടുവിലായിരിക്കണം. ഒരു മുഅ്മിൻ പാപം ചെയ്തു, അവന്റെ ഭയം എന്താണ്? അള്ളാഹു ഇതിനെ എന്നെ ശിക്ഷിക്കുമോ? അവന്റെ പ്രതീക്ഷ എന്താണ്? അള്ളാഹു ഇതെനിക്ക് പുറത്തു നൽകും എന്നുള്ളത്. ഒരു മുഅ്മിന് നിഅമത്ത് ലഭിച്ചു, ഒരു അനുഗ്രഹം ലഭിച്ചു, അവന്റെ ഭയം എന്താണ്? ഞാൻ നന്ദി കാണിക്കാത്തത് കൊണ്ട് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് എന്നിൽ നിന്ന് തട്ടിയകറ്റുമോ എന്നുള്ളത്. അവന്റെ പ്രതീക്ഷ എന്താണ്? ഞാൻ ഇതിൽ നന്ദി കാണിച്ചാൽ കൂടുതൽ അള്ളാഹു തആല എനിക്ക് വർദ്ധിപ്പിച്ചു നൽകും എന്നുള്ളത്. ഒരു മുസീബത്ത് ബാധിച്ചു, അവന്റെ ഭയം എന്താണ്? ഈ മുസീബത്തിൽ ക്ഷമ അവലംബിക്കാൻ എനിക്ക് സാധിക്കാതിരിക്കുമോ എന്നുള്ളത്. അവന്റെ പ്രതീക്ഷ എന്താണ്? ഇതിൽ ക്ഷമ അവലംബിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനം എനിക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഏത് സമയത്താവട്ടെ ഭയവും പ്രതീക്ഷയും ഒരു മുഅ്മിന്റെ ഉള്ളിൽ ഒരുപോലെ ഉണ്ടായിരിക്കണം. ഇത് മനോഹരമായി ഇമാം സഅദി റഹിമഹുല്ലാഹ് കിതാബുത് തൗഹീദിന്റെ ശർഹിൽ ഖൗലുസ് സദീദ് എന്ന കിതാബിൽ റജാഇന്റെയും ഖൗഫിന്റെയും ബാബിൽ ഞാനിപ്പോ പറഞ്ഞ ഈ 4 കാര്യങ്ങളെയും വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോ ഈ ഹദീസ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട പാഠം എന്താണ്? ഖൗഫും റജാവും അള്ളാഹുവിനെ സംബന്ധിച്ച് അത് കൃത്യമായ നിലക്കുണ്ടായിരിക്കണം. ഒന്നിലേക്ക് ചാഞ്ഞു പോയാലോ പിന്നെ അവൻ പിഴച്ചു പോകും. ഒരാൾ അള്ളാഹുവിലുള്ള ഭയത്തിൽ മാത്രം ജീവിക്കുകയാണെങ്കിലോ അള്ളാഹുവിൽ നിരാശപ്പെടുക, അള്ളാഹുവിന്റെ കാര്യത്തിൽ നിരാശപ്പെടുക എന്നുള്ളത് കുഫറാണ്. ഒരാൾ അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ മാത്രം ജീവിക്കുകയാണെങ്കിലോ അവനെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കൂല എന്ന് വെച്ച് അവൻ ജീവിച്ചു കഴിഞ്ഞാലോ അവൻ ഗുറൂറിലാണ്, വഞ്ചിതനായി പോവുകയുള്ളൂ. അപ്പോൾ ബാലൻസിൽ ഖൗഫും റജാവും ഉണ്ടാകും എന്ന് അറിയിക്കാനാണ് ഹദീസ് കൊടുത്തിട്ടുള്ളത്. വലിൽ ബുഖാരി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അൽ ജന്നതു അഖ്റബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി വന്നാറു മിസ്ലു ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ജന്നത്തു സ്വർഗ്ഗം എന്നുള്ളത് അഖ്റബു ഇലാ അഹദികും നിങ്ങളിൽ ഒരാളിലേക്ക് അടുത്തിട്ടുള്ളതാണ്, മിൻ ശിറാകി നഅലിഹി അവന്റെ ചെരുപ്പിന്റെ, നഅൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, ശിറാക്ക് എന്ന ചെരുപ്പിന്റെ വാറ്, ചെരുപ്പിന് കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന വാറുണ്ടല്ലോ, ആ സാധനത്തിനാണ് ശിറാക്ക് പറയുക. അത്രത്തോളം അവനേറ്റ് അടുത്തതാണ്. വന്നാറു മിസ്ലു ദാലിക് നരകവും അതുപോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഒരു ഭാഗമായി തന്നെ ഭയവും പ്രതീക്ഷയും അറിയിക്കുന്നതാണ്. അതിൽ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗം നരകം എന്നുള്ളത് വിദൂരമായിട്ടൊരു കാര്യമല്ല, അടുത്ത് തന്നെ ഉള്ള കാര്യമാണ്. അതിന്റെ പ്രധാന ഉദ്ദേശം മരണം വളരെ അടുത്തിട്ടുള്ളതാണ്. കാരണം മരണത്തോടു കൂടി ഒരാളുടെ പരലോകം തുടങ്ങുകയാണ്. ചില പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ മരണത്തോടു കൂടി അവന്റെ സ്വർഗവും നരകവും ആരംഭിച്ചു എന്ന് നിലക്ക് പറഞ്ഞു കാണാം. കാരണം ഖബറിൽ സ്വർഗാവകാശിയാകുന്ന ഒരാൾക്ക് ഖബറിൽ എന്തുണ്ടാകും? സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കാണിക്കുന്ന അവസ്ഥയുണ്ട്. നരകാവകാശിയാകുന്ന ഒരാൾക്ക് നരകത്തിലെ ശിക്ഷകൾ കാണിക്കുന്ന ആളുകളുണ്ട്. ഇനി പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ആളുകൾക്ക് ഖബറിൽ ചില ഫിത്നകൾ ഉണ്ടാകും, പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള കാരണങ്ങളായിട്ട്. അപ്പോൾ മരണത്തോടു കൂടി ഒരാളുടെ പരലോക ജീവിതം ആരംഭിക്കുകയായി. അതിൽ സ്വർഗം ഉറപ്പുള്ള ആളുകൾക്ക് ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കാണിച്ചു കൊടുക്കും, നരകം ഉറപ്പായിട്ടുള്ള ആളുകൾക്ക് ആ ശിക്ഷ നൽകും. കാഫിറുകൾ മരണത്തോടുകൂടി നരകത്തിലേക്കാണ്. മരണത്തോടുകൂടി അവർ നരകത്തിലേക്കുള്ള ആ ഒരു പാതയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള അവസ്ഥകൾ അവർക്ക് കാണാൻ സാധിക്കും. അത് വളരെ അടുത്തതാണ്. വിശേഷം പറഞ്ഞു നോക്കൂ, ചെരുപ്പിന്റെ വാറോളം അടുത്തതാണ് എന്നാ പറയുന്നത്. അതായത് മരണം അത്രത്തോളം നമ്മോട് അടുത്തിട്ടുണ്ട്. കാരണം നമ്മളൊന്നും തന്നെ നമ്മിൽ അധികാരപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള നരകം സ്വർഗം എന്നുള്ളത് പലപ്പോഴും നമുക്ക് ചിന്തിക്കുമ്പോൾ ആ നരകം സ്വർഗം ഒരുപാട് ദൂരെയാണ്, എന്റെ മരണം, ഈ ലോകത്തിന്റെ അവസാനം, വിചാരണ, അതൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് വിദൂരത്താണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകാറുണ്ട്. പക്ഷേ അത് വളരെ അടുത്ത് തന്നെ ഉണ്ട്, അത് വിദൂരത്തല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്ന, അതിനെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ഹദീസാണിത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും തൗബ ചെയ്ത് എപ്പോൾ മരിച്ചാലും ഏറ്റവും നല്ല രീതിയിൽ മരിക്കാനുള്ള അവസ്ഥയിലായിരിക്കണം നമ്മൾ ആയിരിക്കേണ്ടത്. നമ്മൾ ആലോചിച്ചാൽ മതി, ഇപ്പൊ ഒരു പാപം ചെയ്യുന്ന സമയത്ത് ഈ സമയത്താണ് എന്റെ മരണത്തിന്റെ തീരുമാനിച്ചിട്ടുള്ള സമയം എന്ന് ആലോചിച്ചാൽ ആ പാപം നമുക്ക് സമാധാനത്തിൽ ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ അതിന്റെ ആസ്വാദനം നമുക്ക് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെ ഒരു നന്മ ചെയ്യേണ്ട സമയത്ത് നമ്മൾ അലസതയായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുമ്പോൾ എന്റെ മരണം ഈ സമയത്താണ്, ഇനി എനിക്ക് ഇതിനുള്ള അവസരം കിട്ടില്ല എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മുന്നേറാനുള്ള നമുക്കുള്ള പ്രേരണയും ലഭിക്കും. എന്നാൽ അമിതമായിട്ടുള്ള ദുനിയാവിലുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്കെന്തില്ല, ഒരു ഉപകാരവും ചെയ്യുന്നില്ല. അതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തസ്വീഫ് എന്നുള്ളത് ജുന്ദു ശൈത്താൻ എന്നാണ്. തസ്വീഫ് എന്ന് പറഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയില്ലേ, വൈകിപ്പിക്കുക, നാളെ 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 എന്നുള്ളത്, അത് പിശാചിന്റെ സൈന്യമാണ് എന്ന് പറഞ്ഞത് കാണാം. കാരണം അങ്ങനെ ചെയ്യാന്നുള്ളത് എന്താണ്, അവൻ പിന്നെ പഴച്ചു പോകാനാണ്. കാരണം അത് ചെയ്യാനുള്ള അവസരം അവൻ ഉണ്ടാവില്ല. അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നന്ന് ചെയ്യണം. അതിൽ നരകവും സ്വർഗവും നമ്മുടെ അവസാനത്തെ ഭവനമാണ്. സ്വർഗം എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക്, കാഫിറുകൾക്ക് നരകം അത് അത്രയും അടുത്തിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ഏത് സമയവും ആ രീതിയിൽ ഒരുങ്ങിയ ആളുകളായിട്ടാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അടുത്ത രണ്ട് ഹദീസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമുക്ക് വലിയ ഒരു മഅരിഫത്ത് നൽകുന്ന രണ്ട് ഹദീസുകളാണ്. അതായത് അമലുകളുടെ നിസ്സാരതയിലേക്കല്ല, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, അമലുകൾ നിസ്സാരമാണ് എന്നതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, അല്ലാഹു തആല അതിനെ പരിഗണിക്കുന്ന ആ കാര്യത്തിലാണ് എന്ന് അറിയിക്കുന്ന രണ്ട് ഹദീസുകളാണ്. അതിലൊന്നാമത്തേത് വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു മർഫൂഅൻ ഇന്ന ഇംറഅതൻ ബഗിയൻ റഅത് كلبا في يوم حار يطيف ببئر قد أدرع لسانه من العطش فنزعت له موقها فغفر لها به. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഇംറഅതൻ ബഗിയൻ, ഒരു സ്ത്രീ, ബഗിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരിണിയായിട്ടുള്ള, ബഗി എന്നുള്ള പദം അതിക്രമം എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട്, എന്നാൽ വ്യഭിചാരത്തിനും ഉപയോഗിക്കാറുണ്ട്. അൽ മർഅത്തുൽ ബഗി എന്ന് പറഞ്ഞാൽ അസ്സാനിയ, വ്യഭിചാരിണിയായിട്ടുള്ള സ്ത്രീ. റഅത് കൽബൻ ഫി യൗമിൻ ഹാരിൻ, നല്ല ചൂടുള്ള ഒരു ദിവസത്തിൽ ആ പെണ്ണ് ഒരു നായയെ കാണുകയാണ്. യുതീഫു ബിബിഇരിൻ, ഒരു കിണറിന് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുന്നത്, കിണറിന് ചുറ്റും.
ഖദ് അദ്ലഅ ലിസാനഹു മിനൽ അത്ഷ്. അദ്ലഅ എന്ന് പറഞ്ഞാൽ ദാഹം കാരണത്താൽ നാവ് നീട്ടിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് അദ്ലഅ എന്ന് പറയുക. ദാഹം കാരണത്താൽ, ക്ഷീണം കാരണത്താൽ നാവ് നീട്ടിയിരിക്കുന്ന അവസ്ഥക്ക്. അപ്പൊ നാവ് അങ്ങനെ നീട്ടിയിട്ടുകൊണ്ട്, മിനൽ അത്ഷ്, അത്ഷ് എന്ന് പറഞ്ഞാൽ ദാഹം, ദാഹം സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ വെള്ളത്തിന് ആവശ്യമായിട്ട് നാവ് അങ്ങനെ നീട്ടിയിട്ട അവസ്ഥയിലാണ് ആ നായയുള്ളത്. ഫനസഅത് ലഹു മൂഖഹ, ഫനസഅത് ലഹു, അവൾ അഴിച്ചു ആ നായക്ക് വേണ്ടിയിട്ട്. മൂഖഹ എന്ന് പറഞ്ഞാൽ കാലിൽ ധരിക്കുന്ന ഖുഫ അഥവാ ഷൂസ് എന്ന് മനസ്സിലാക്കുക, കാലിൽ ധരിക്കുന്ന കാര്യം. കാരണം വേറെ പാത്രമൊന്നുമില്ല വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഊരുകയും ഫഹുഫിറ ലഹാ ബിഹി, അവൾക്ക് ഈ കാരണത്താൽ പുറത്തു കൊടുക്കപ്പെട്ടു. ഒന്നുകൂടി വേറെ ഹദീസുകൾ വിശദമായി വന്നിട്ടുണ്ട്. ആ പെണ്ണ് എന്ത് ചെയ്തു, ആ വെള്ളം ആ കിണറിൽ നിന്ന് കോരിയെടുക്കാൻ വേറെ പാത്രമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവളുടെ ഷൂ പോലെയുള്ള അതിൽ അത് ഇറക്കിക്കൊണ്ട് അത് കോരിയെടുത്ത് ആ നായക്ക് കുടിക്കാൻ കൊടുത്തു എന്നുള്ളത്. ഇത് ആലോചിച്ചു വെക്കണം. അതായത് ആ സ്ത്രീ വ്യഭിചാരിണിയായിട്ടുള്ള അല്ലെങ്കിൽ വൻപാപത്തിൽ ഏറ്റവും ഗൗരവമുള്ള പാപങ്ങളിൽ എണ്ണീട്ടുള്ള കാര്യമാണ്. 3 പാപങ്ങളാണ് പാപങ്ങളിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ളത്. 1 ശിർക്ക്, 2 കൊലപാതകം, 3 വ്യഭിചാരം. അത് ഖുർആനിലും ഹദീസിലും പല സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ ഇബാദുർ റഹ്മാനിന്റെ ആയത്തുകളിലും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് 3 ഗൗരവമുള്ള പാപങ്ങളാണ്. അതിലൊന്നാണ് ഈ വ്യഭിചാരം എന്നുള്ളത്. അത് ചെയ്യുന്ന ഒരു പെണ്ണാണ്. എന്നാൽ ആ പെണ്ണ് ഈ ഒരു നന്മ നിസ്സാരമായ ഒരു കാര്യമാണ്. ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്നുള്ള ആ ഒരു നിസ്സാരമായിട്ടുള്ള ആ ഒരു നന്മ, അത് ചെയ്തതിന്റെ പേരിൽ എന്ത് ചെയ്യാണ്, അള്ളാഹു തആല പുറത്തു കൊടുക്കുകയാണ്. നമ്മൾ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കണം. ഈ ഹദീസ് എന്തിനാ കൊടുത്തിട്ടുള്ളത്? അള്ളാഹിനെ മനസ്സിലാക്കാനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾ എങ്ങനെ എടുക്കുന്നത്? ചില ആളുകൾ എന്ത് ചെയ്യും, അയാൾ ചെയ്ത വലിയ വലിയ കർമ്മങ്ങളുടെ മേലെ ആശ്രയിക്കും. അതായത് ഞാൻ കുറെ കർമ്മം ചെയ്ത ആളാണല്ലോ, ഞാൻ രക്ഷപ്പെടും വിചാരിക്കും. പക്ഷെ അയാളുടെ ചെറിയൊരു കർമ്മം കൊണ്ടൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് അവരുടെ പാപങ്ങൾ ഒരുപാടുണ്ടാകും, പക്ഷെ ചെറിയൊരു കർമ്മം കൊണ്ട് എന്താവും, രക്ഷപ്പെടുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളെ സ്വീകരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞ പോലെ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ കോലത്തിലേക്കോ സമ്പത്തിലേക്കോ ഇതിലേക്കൊന്നല്ല നോക്കുന്നത്. അള്ളാഹു നിങ്ങളുടെ ഖൽബിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലേക്കുമാണ് നോക്കുന്നത്. പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഒരാൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എന്താവൂല, അയാൾക്ക് സ്ഥാനമുള്ള ആളാവൂല. അയാൾ ചെയ്യുന്ന അമലുകൾ ഖൽബിൽ ഏത് നിലക്കാണ് എന്നുള്ളതാണ്. അപ്പൊ ചെറിയ കർമ്മമാണെങ്കിലും ഒരു നന്മ പോലും നമ്മൾ നിസ്സാരമായി കാണരുത്. അത് ചെയ്യാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ നന്മ ചെയ്യണം. നിസ്സാരം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ വലിയ പാപങ്ങൾ വരെ പുറത്തു കിട്ടാൻ എന്താവുക, അള്ളാഹുവിന്റെ അടുക്കൽ അതൊരു കാരണമാവുക. പിന്നെ ഈ ഹദീസിൽ നമുക്കുള്ള ഫായിദകൾ, ഒന്ന്, ഏത് ജന്തു ജീവജാലമാവട്ടെ അതിന് വരെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്, പ്രതിഫലമുണ്ട്. വേറെ ചില ഹദീസുകൾ കാണാം, അയ്യുമാ മുഅ്മിനിൻ സഖാ മുഅ്മിനൻ ശർബതൻ അലാ ദംഇൻ സഖാഹു അല്ലാഹു യൗമൽ ഖിയാമ മിനർ റഹീഖിൽ മഖ്തൂം. ഒരു മുഅ്മിൻ ഏതെങ്കിലും ഒരു മുഅ്മിനിന് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല അവനെ പരലോകത്ത് റഹീഖുൽ മഖ്തൂമിൽ നിന്ന് വെള്ളം കുടിപ്പിക്കുന്നതാണ്. അപ്പൊ ഏത് ജീവിയോടും കാരുണ്യം കാണിക്കുക എന്നുള്ളത് എന്താണ്, പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. ഏത് ജീവിയാണെങ്കിലും ഒരു നായോട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ മനുഷ്യർക്ക് ചെയ്താൽ എത്ര വലുതായിരിക്കും, ഒരു മുഅ്മിന് ചെയ്താൽ എത്ര വലുതായിരിക്കും. അപ്പൊ ആ നിലക്കുള്ളത് വലിയ പ്രതിഫലമുള്ള മഹത്തായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഹദീസിനുള്ള മറ്റൊരു ഫായിദയായി പണ്ഡിതന്മാർ പറയാറുണ്ട്, ശിർക്കല്ലാത്ത ഏത് പാപവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. കാരണം ഈ പെണ്ണ് വ്യഭിചാരിണിയാണ്, പക്ഷേ ശിർക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിന് ആ പെണ്ണിന് അവസരമുണ്ടായി എന്ന് മനസ്സിലാക്കാം. മറ്റൊരു ഫായിദ ഈ ഹദീസിൽ നിന്നുള്ളത്, നന്മകൾ പാപങ്ങളെ മായ്ച്ചു കളയും എന്നുള്ളതാണ്. പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പാപം ചെയ്തു പോയാൽ നന്മ ചെയ്ത് അതിനെന്ത് ചെയ്യണം, തുടർത്തണം. കാരണം എന്താ, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ പാപങ്ങളെ മായ്ച്ചു കളയും. ഇതെല്ലാം ഇതിന്റെ പുറമെയുള്ള ഈ കിതാബിലെ ബാബിന് കൊടുത്തതിന് പുറമെയുള്ള ഫായിദകളാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഹദീസ് നേരത്തെയുള്ള ഹദീസിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. വഖാല ദഖലത്തിൻ നാർ ഇംറഅത്തുൻ, ഒരു മിനിറ്റ്, അത് ഒരേ റിവായത്തായിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ വേറെ 2 റിവായത്താണ് വിചാരിച്ചു. ദഖലത്തിൻ നാർ ഇംറഅത്തുൻ ഫീ ഹിറത്തിൻ ഹബസത്ഹാ, ഒരു
പെണ്ണ് ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു ഫി ഹിർറത്തിൻ ഹബസത്ഹാ, ഒരു പൂച്ചയുടെ വിഷയത്തിൽ. ഹിർറത്ത് പൂച്ച. ഹബസത്ഹാ അവൾ തടവിലാക്കി വെച്ചത്. ഹബസ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക, തടവിലാക്കുക വെച്ചത്. ലാഹിയ അത്അമത്ഹാ അവൾ ആ പൂച്ചക്ക് എന്ത് കൊടുത്തില്ല? ഭക്ഷണം കൊടുത്തില്ല. വലാഹിയ അർസലത്ഹാ തഅകുലു മിൻ ഖശാശിൽ അർദ് അവൾ അതിനെ വിട്ടേച്ചുമില്ല. തഅകുലു മിൻ ആ പൂച്ചക്ക് ഭക്ഷിക്കാൻ ഖശാശിൽ അർദ്. ഖശാശ് എന്ന് പറഞ്ഞാൽ ജീവികൾ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഭൂമിയിലെ മറ്റുള്ള ജീവികളെ, പ്രാണികൾ എന്നൊക്കെ അർത്ഥത്തിലാണ് ഖശാശ് ഉപയോഗിക്കുക. ഭൂമിയിലുള്ള മറ്റു ജീവികളെ ഒന്നും ഭക്ഷിക്കാനായി പറഞ്ഞയക്കുകയും വിട്ടയക്കുകയും ചെയ്തില്ല. അതിന്റെ പേരിൽ ഒരു പെണ്ണ് നരകാവകാശിയായി നരകത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഹദീസിൽ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാണ്. ഇവിടെ ഒരു നല്ല സ്ത്രീയാണ്, വ്യഭിചാരിണിയൊന്നല്ല, നല്ല സ്ത്രീയാണ്. ചെറിയ വായത്തിൽ കാണാം, നല്ല ഇബാദത്തുകൾ ചെയ്യുന്ന നല്ലൊരു സ്ത്രീയാണ്. പക്ഷേ ആ സ്ത്രീ ചെയ്തത് എന്താണ്? ഒരു പൂച്ചയെ ബന്ധിപ്പിച്ച് നിർത്തി, അല്ലെങ്കിൽ കെട്ടിയിട്ടു, അല്ലെങ്കിൽ പുറത്തു പോകാൻ പറ്റാത്ത. എന്നിട്ട് ആ പൂച്ചക്ക് ആ സ്ത്രീ ഭക്ഷണം കൊടുത്തോ? ഒരു മൃഗങ്ങളെ വളർത്താം. ഇപ്പൊ ഒരു ആൾക്ക് മുഅ്മിന് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ചില സഹാബികൾ ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പക്ഷിയെയോ മൃഗത്തെയോ ഒരാൾക്ക് വളർത്താം. പക്ഷെ എന്ത് ബന്ധമുണ്ട്? അതിന് തിന്നാൻ കൊടുക്കണം, അതിനെ പട്ടിണിക്കിടാൻ പറ്റില്ല, അതിന് വെള്ളവും ഭക്ഷണവും കൊടുത്തിരിക്കണം. ആ ഉത്തരവാദിത്തമുണ്ട്. അതല്ലെങ്കിൽ അതിനെ അഴിച്ചു വിടണം, അതിനെ തുറന്നു വിടണം. അപ്പോ ഇത് ആ പൂച്ചയെ തടവിലാക്കി വെച്ചു എന്ന് മാത്രമല്ല, ഈ പെണ്ണ് അതിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തില്ല, അതിന് പുറത്ത് ഇര തേടാൻ പറ്റുന്ന രീതിയിൽ ഭൂമിയിലേക്ക് വിട്ടയക്കുകയും ചെയ്തില്ല. അതിന്റെ പേരിൽ ആ പെണ്ണെന്തായി? നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അപ്പോ നിസ്സാരമായ തെറ്റായി നമുക്ക് തോന്നുന്ന കാര്യമാണെങ്കിലും നമ്മൾ ചിന്തിച്ചൂടെ? ഈ രണ്ട് കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയും. സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ വെച്ച് ആലോചിച്ച് നോക്കിയും, നായ്ക്ക് വെള്ളം കൊടുത്ത് ഇത്ര വലിയ കാര്യമാണോ? ഒരു പൂച്ച വലിയ എന്താ ഒരു ജീവിയല്ല, അതിനെ പിടിച്ചു വെച്ച് ഇത്ര വലിയ കാര്യമാണോ? അത് ചത്തുപോയപ്പോ എന്താ പ്രശ്നം? അങ്ങനെ ചിന്തിക്കാവുന്ന നിസ്സാരമായ കാര്യമാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരാളുടെ സ്വർഗവും നരകവും മാറിയ കാര്യങ്ങളാണ് എന്ത്? ഈ ചെറിയ കാര്യങ്ങൾ. അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ കർമ്മങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയിക്കാനാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത്. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഫഹ്മ് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലെ ഓരോ ഹദീസുകളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹദീസുകൾ രണ്ടെണ്ണം കൊടുത്തിട്ട് ഖാല സുഹരി, ഇമാം സുഹരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് ഹദീസുകളെ പറ്റിയിട്ട്. ലിഅല്ലാ യത്തകില അഹദുൻ വലാ യയഅസ അഹദുൻ അഖ്റജാഹു. ലിഅല്ലാ യത്തകില അഹദുൻ, ഒരാളും അവന്റെ കർമ്മങ്ങളുടെ മേലെ ആശ്രയിക്കാതിരിക്കട്ടെ. അഥവാ ഞാൻ അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടാവുകൊണ്ട് ഞാൻ എന്തായാലും രക്ഷപ്പെടുന്ന ഒരാള് വിചാരിക്കണ്ട. അതേസമയം വലാ യയഅസ അഹദുൻ, ഒരാൾ കുറെ തെറ്റുകൾ ചെയ്തു പോയി, നന്മ കുറച്ചേ ഉള്ളതിന്റെ പേരിൽ എന്താവണ്ട? നിരാശപ്പെടുകയും വേണ്ട. ഖൗഫ് റജാന്റെയും ബാക്കിയായിട്ട് തന്നെ. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ്? ചിലപ്പോ നിസ്സാരമായ ഒരു കർമ്മം കൊണ്ട് വലിയ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകിയേക്കാം. ചിലപ്പോ നിസ്സാരമായ തെറ്റുകൊണ്ട് വലിയ നന്മകൾ എന്തായേക്കാം? പൊളിഞ്ഞു പോവുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ഈ നിലക്ക് കർമ്മങ്ങളെ മനസ്സിലാക്കാനും ഈ നിലക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനുമാണ് ഈ ഹദീസുകൾ ഈ ഒരു ഭാഗത്ത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. വഅൻഹു മർഫുഅൻ, അടുത്ത ഒരു റിവായത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു റിവായത്താണ്. അജിബ റബ്ബുന മിൻ ഖൗമിൻ യുഖാദൂന ഇലൽ ജന്നതി ബിസ്സലാസിൽ, റവാഹു അഹ്മദ് വൽ ബുഖാരി. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും അതുപോലെ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള റിവായത്താണ്. അജിബ റബ്ബുന, നമ്മുടെ റബ്ബ് അത്ഭുതപ്പെടുന്നു. അജബ്, അത്ഭുതപ്പെടുന്നു എന്നുള്ള അള്ളാഹുവിന്റെ സിഫത്താണ്. മിൻ ഖൗമിൻ, ഒരു കൂട്ടരുടെ വിഷയത്തിൽ, ഒരു കൂട്ടരെ സംബന്ധിച്ച്. യുഖാദൂന ഇലൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നു. ബിസ്സലാസിൽ, ചങ്ങലയിലായിക്കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകളെ തൊട്ട് അള്ളാഹു തആല അത്ഭുതം കൊള്ളുന്നു, അജബുണ്ടാവുന്നു അള്ളാഹുവിന് എന്നുള്ളത്. ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു വിശേഷണമാണ് അജബ്. അജിബ് റബ്ബുന, വേറെയും ഹദീസുകളിൽ ഈ നിലക്ക് വന്നിട്ടുണ്ട് അള്ളാഹു അത്ഭുതപ്പെടുക എന്നുള്ളത്. പൊതുവായിട്ട് നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും നാമങ്ങളിലും പൊതുവായിട്ടുള്ള തത്വം എന്താണ്? അള്ളാഹുവിന് യോജിച്ച രീതിയിലാണത്.
ഒരു തരത്തിലും മറ്റൊന്നുമായിട്ട് സാദൃശ്യപ്പെടുത്താനോ മറ്റൊന്നുമായിട്ട് ഉപമ പറയാനോ അത് എങ്ങനെയെന്ന് പറയാനോ ഒന്നും നമുക്ക് അവകാശമല്ല. അള്ളാഹുവിന് ചോദിച്ച രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൊള്ളുന്നു. ഇനി ആരുടെ വിഷയത്തിലാണ്? മിൻ ഖൗമിൻ യുഖാദൂന ഇലൽ ജന്നതി ബിസ്സലാസിൽ, ചങ്ങലയിലായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുശ്രിക്കീങ്ങളായിട്ടുള്ള ആളുകൾ, അവരുമായിട്ട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമിക ഭരണാധികാരിയുള്ള ഒരു നാട്, ആ നാട്ടിൽ ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിൽ മുസ്ലിമീങ്ങൾക്ക് ശക്തിയുണ്ട്, എല്ലാമുണ്ട്. അപ്പോ കുഫറിന്റെ നാടുകൾ അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ ബന്ദികളാക്കി, അവരെ ചങ്ങലയിൽ ബന്ദികളാക്കി. അവർ ആ സമയത്ത് എന്താണ്, അവർ മുസ്ലിമീങ്ങൾ വന്ന് യുദ്ധം ചെയ്ത് ബന്ദികളായി തീരുന്ന അവസ്ഥയാണുള്ളത്. പക്ഷെ പിന്നീട് അവർ ഇസ്ലാം സ്വീകരിച്ച് അവരെന്താകുന്നു, സ്വർഗാവകാശികളായി തീരുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്, അഥവാ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശിർക്കും കുഫറിലുമായിരുന്ന ആളുകൾ മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധനത്തിലാവുകയും അവർ തടവിലാവുകയും, അതാണ് ചങ്ങല കൊണ്ട് ആവുക എന്നുദ്ദേശിച്ചത്, അങ്ങനെ ആവുകയും ചെയ്ത് പിന്നീട് അവർ ഇസ്ലാം സ്വീകരിക്കാൻ എന്ത് കാരണമായി? ആ പിടിച്ച് തടവിലാക്കപ്പെട്ടത് എന്തിനു കാരണമായി? ഇസ്ലാം സ്വീകരിക്കാൻ പിന്നീട് കാരണമാവാണ്. എന്നിട്ട് അവർ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ, സ്വർഗാവകാശികളാകുമ്പോൾ, അങ്ങനെയുള്ള ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു അത്ഭുതം കൊള്ളുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൊള്ളുകയാണ് എന്നുള്ളത്. ഇവിടെ ഈ ഒരു ഹദീസിന്റെ ഫായിദയായിട്ട് പണ്ഡിതന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ജിഹാദ് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒരിക്കലും ആളുകളെ രക്തം ചീന്താനോ ആളുകളെ അടിമകളാക്കാനോ ആളുകളുടെ സമ്പത്ത് നേടിയെടുക്കാനോ ഒന്നിനുമല്ല മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നത്, ജിഹാദ് ചെയ്യുന്നത്. ജിഹാദിന്റെ ശാഖാപരമായിട്ടുള്ള ലക്ഷ്യങ്ങളാണത്. ജിഹാദിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ദഅവത്താണ്. ആളുകൾ നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ജിഹാദിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദഅവത്താണ്. പല ആളുകൾക്കും അറിയില്ല ജിഹാദ് ദഅവത്താണ് ലക്ഷ്യമെന്ന്, പല ആളുകൾക്കും അറിയില്ല. ജിഹാദിന്റെ പ്രധാന ഉദ്ദേശം ദഅവത്താണ്. ആളുകൾക്ക് നരകാവകാശികളായി പോകുന്ന ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ, മുസ്ലിമാകാൻ, സ്വർഗാവകാശികളാകാനുള്ള ഒരു മാർഗമാണ് പ്രധാനമായിട്ടും ജിഹാദ് എന്നുള്ളത്. അതല്ല എങ്കിൽ, അതിന്റെ ശാഖാപരമായിട്ട് അതിനവർ തയ്യാറാകുന്നില്ല, അതിലായി ഒരുങ്ങുന്നില്ല എങ്കിൽ എന്താണ്, പിന്നീടുള്ളതാണ് അവർ അടിമകളാവുക, അവരുടെ സ്വത്തും സമ്പത്തും അനുവദനീയമാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ശാഖാപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് അതിനെ അറിയിക്കുന്നു. കാരണം അവർക്കെല്ലാം നഷ്ടപ്പെടുകയാണ്. അവരെ മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുക്കുമ്പോൾ, തടവിലാക്കുമ്പോൾ അവരുടെ ഒക്കെ നഷ്ടപ്പെടുകയാണ്. പക്ഷെ അവർക്ക് എന്ത് കിട്ടുന്നു? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ നോക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൊള്ളുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. മറ്റൊരു ഫായിദ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത്, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ദോഷമായി തോന്നാമെങ്കിലും അതിന്റെ ഒരുപാട് നന്മകൾ അതിന്റെ പിന്നിലുണ്ടാകും. അല്ലാഹു തആല പറഞ്ഞ പോലെ വഅസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും, അത് ചിലപ്പോൾ നമുക്ക് ദോഷമായിരിക്കും. നമ്മൾ വെറുക്കുന്ന ഒരു കാര്യമായിരിക്കും, നമുക്ക് നല്ലതായിരിക്കും. ഇവിടെ ആ ആളുകൾ ചങ്ങലയിൽ ബന്ധിതരാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത് അവർക്ക് എന്തായിത്തീരുന്നു? അവർക്ക് ഏറ്റവും വലിയ ഖൈറായി തീരുകയാണ്. അവർക്ക് സ്വർഗം കിട്ടാൻ അത് കാരണമാവുകയാണ്. അപ്പൊ അത് ആ ഒരു ഫായിദയായിട്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ, ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഏതോ കാര്യങ്ങളാവട്ടെ, അത് ചിലപ്പോ ഒരുപാട് ഖൈറുകൾ ഭാവിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് ലഭിക്കാതെ പോയി, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? നിരാശപ്പെടരുത്. അത് ഒരുപാട് ഖൈറുകൾ അതിന് പിന്നിൽ ഉണ്ടായേക്കാം. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കാനും ഈ ഹദീസിന്റെ ഫായിദയായിട്ട് പറയാറുണ്ട്. പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതിൽ ജിഹാദ് എന്നുള്ളതിന്റെ ലക്ഷ്യം ആളുകളെ നരകാവകാശികളാക്കുന്ന ആളുകളെ സ്വർഗാവകാശികളാക്കി മാറ്റാനുള്ള ദഅവത്താണ് ജിഹാദിന്റെ അടിസ്ഥാന ലക്ഷ്യം. അങ്ങനെ ഇസ്ലാമിലേക്ക് വരുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൊണ്ട് അത്ഭുതം കൊള്ളുന്നു. സാന്ദർഭികമായി പറയട്ടെ, ഇതുപോലെ തന്നെ അള്ളാഹു ചിരിക്കുന്നു എന്നുള്ള ഹദീസിൽ ഇതേ ആശയത്തിലൊരു ഹദീസ് ഉണ്ട്. അള്ളാഹുവിന് ചിരി എന്നുള്ള സിഫത്തുണ്ട്, അള്ളാഹു ചിരിക്കുന്നവനാണ്, ലഹക്ക് എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കാണാം. രണ്ടാളുകളെ നോക്കി അള്ളാഹു ചിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടാളുകൾ പ്രത്യേകത എന്താണ്? രണ്ടാളുകൾ, ഒരാൾ കാഫിറായിരിക്കും, ഒരാൾ മുസ്ലിം ആയിരിക്കും. അങ്ങനെ ഒരു യുദ്ധത്തിൽ ഈ കാഫിറായിട്ടുള്ള ആള് മുസ്ലിമായ ആളെ വധിക്കും. അങ്ങനെ ഇയാൾ എന്താവും? ഷഹീദായിട്ട് കൊല്ലപ്പെടും, ഇയാൾ സ്വർഗാവകാശിയാകും. പിന്നീട് ഈ കൊന്ന വ്യക്തി, മുശ്രിക്കും കാഫിറുമായിട്ടുള്ള കൊലപാതകി, പിന്നീട് എന്താകും? ഇസ്ലാം സ്വീകരിക്കും.
അങ്ങനെ അയാളും സ്വർഗാവകാശിയാകും. ഈ രണ്ടാളുകളെ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ രണ്ടാളുകളെ നോക്കി അള്ളാഹു ചിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പൊ അങ്ങനെയും ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഇസ്ലാമിക്ക് വരുന്ന ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ ഒന്ന് അള്ളാഹുവിന്റെ അജബ്, അള്ളാഹു അത്ഭുതം കൊള്ളുന്നവനാണ് എന്നുള്ളത്, രണ്ട് ജിഹാദിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, മൂന്ന് ചില കാര്യങ്ങൾ നമുക്ക് ഷർറായി തോന്നുമെങ്കിലും അതിന്റെ പിന്നിൽ വലിയ ഖൈറുകൾ ഉണ്ടായിരിക്കും. അടുത്ത ഹദീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു സിഫത്തിനെ സ്ഥിരപ്പെടുത്തുന്നതാണ് അസ്വബർ. അസ്വബർ എന്നുള്ള അള്ളാഹുവിന്റെ വിശേഷണത്തെ, ക്ഷമിക്കുന്നവനാണ് അള്ളാഹു തആല എന്നുള്ള വിശേഷണത്തെ അറിയിക്കുന്ന ഹദീസാണ്. وعن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما أحد أصبر على أذى يسمعه من الله يدعون له الولد ثم يعافيهم ويرزقهم رواه البخاري. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അഹദുൻ അസ്ബറു അലാ അദൻ യസ്മഉഹു മിനല്ലാഹ്, അല്ലാഹുവിനേക്കാൾ ക്ഷമയുള്ള ഒരാളും തന്നെയില്ല, അലാ അദൻ യസ്മഉഹു, അവൻ കേൾക്കുന്ന ആക്ഷേപത്തിന്റെ മേലെ, മാ അഹദുൻ ഒരാളുമില്ല, അസ്ബറു ക്ഷമാലുവായിട്ട് ഏറ്റവും ക്ഷമിക്കുന്നവനായിട്ട്, അല അദൻ യസ്മഉഹു അവൻ കേൾക്കുന്ന ഒരു ചീത്ത അല്ലെങ്കിൽ ആക്ഷേപം, മിനല്ലാഹ് അള്ളാഹുവിനെ പോലെ. അഥവാ ഒരാൾ മറ്റൊരാളെ ചീത്ത വിളിക്കുകയാണ് അല്ലെ ആക്ഷേപിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ പറയുകയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അള്ളാഹു ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കുന്ന ഒരാളും തന്നെ ഇല്ല. എന്താണ്? യദ്ഊന ലഹു അൽ വലദ്, അവർ പറയുന്നു അള്ളാഹുവിന് എന്തുണ്ട്, സന്താനമുണ്ട് എന്ന് പറയുന്നു. സുമ്മ യുആഫീഹിം, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നുണ്ട്. വയർസുഖുഹും, അവർക്ക് റിസ്ഖ് നൽകുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏകനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന് ഇണയോ സന്താനമോ പിതാവോ ഒന്നുമില്ല. ആ അള്ളാഹുവിന് സന്താനമുണ്ട് എന്നുള്ളത് ഒരാളുടെ മേലെ ആരോപിക്കാവുന്ന ആക്ഷേപിക്കാവുന്ന ആക്ഷേപമാണ്. അങ്ങനെ ആരോപിച്ച ആളുകൾ ജൂതന്മാർ ഉസൈർ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു. നസാറാക്കൾ ഏറ്റവും അതിൽ മുന്തി നിൽക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു. മക്കയിലെ മുശ്രിക്കീങ്ങൾ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ച ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടും അള്ളാഹു തആല എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും നസ്രാനിക്ക് അള്ളാഹു തആല അതിന്റെ പേരിൽ രോഗം മാത്രം നൽകുന്നുണ്ടോ? സമ്പത്ത് നൽകാതിരിക്കുന്നുണ്ടോ? ഉപജീവനം തടഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു തആലയാണ് അവർക്ക് ആഫിയത്ത് നൽകുന്നത്. അള്ളാഹു ആണ് അവർക്ക് ഭക്ഷണം നൽകുന്നത്. അള്ളാഹു ആണ് അവർക്ക് സന്താനങ്ങൾ നൽകുന്നത്. അള്ളാഹു ആണ് അവർക്ക് ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്ഷേപം ഉണ്ടായിട്ടും അവർ ആക്ഷേപിച്ചിട്ടും അവരിങ്ങനെയൊക്കെ വാക്കുകൾ പറഞ്ഞിട്ടും അള്ളാഹു തആല എന്താണ്? അതിൽ ക്ഷമയോടുകൂടി നിന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ഉടനെ പിടികൂടിയിട്ടുണ്ടോ? ഇല്ല. അവർക്ക് എന്തെങ്കിലും പട്ടിണിയോ ദാരിദ്ര്യമോ മാറാ രോഗങ്ങൾ മാത്രമാക്കി കൊടുക്കുന്നുണ്ടോ? ഇല്ല. അള്ളാഹു തആല ക്ഷമിച്ച് അവർക്ക് കൊടുക്കുന്നുണ്ട്. പരലോകത്ത് ശിക്ഷ ഉണ്ടാവും, പക്ഷെ ദുനിയാവിൽ ക്ഷമിക്കുന്നുണ്ട്. അപ്പൊ സബർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിശേഷണമാണ്, സിഫത്താണ്, അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ചില ആളുകളെങ്കിലും ധരിച്ചിട്ടുള്ള ഒരു കാര്യം സബൂർ എന്നുള്ള അല്ലെങ്കിൽ സാബിർ എന്നുള്ള അള്ളാഹുവിന്റെ പേരാണ് എന്ന് ചിലർ ധരിച്ചിട്ടുണ്ട്. എന്നാൽ അത് അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളുമായി പല ഖായിദകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഖായിദയാണ് അള്ളാഹുവിന്റെ എല്ലാ നാമത്തിലും അള്ളാഹുവിന് ഒരു വിശേഷണം ഉണ്ടാവും. അള്ളാഹുവിന്റെ എല്ലാ നാമത്തിലും ഒരു വിശേഷണം ഉൾക്കൊണ്ടിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെല്ലാം എന്താകില്ല? പേര് ആവുകയില്ല. നാമമാകണമെങ്കിൽ അത് ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട് വരിക തന്നെ വേണം. അപ്പൊ അള്ളാഹുവിന് സബർ എന്നുള്ള സിഫത്ത് ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അതേസമയം അള്ളാഹുവിന് സ്വാബിർ എന്നോ അല്ലെങ്കിൽ സബൂർ എന്നോ അല്ലെങ്കിൽ ആ നിലക്കുള്ള പേര് അസ്മാഉൽ ഹുസ്നയിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അപ്പൊ അള്ളാഹു ക്ഷമിക്കുന്നവനാണ് എന്നുള്ളതും അള്ളാഹുവിന്റെ വിശേഷണമായിക്കൊണ്ട് മനസ്സിലാക്കാം. അടുത്ത ഹദീസ്, അതിൽ പറയുന്ന അള്ളാഹുവിന്റെ വിശേഷണം ഹബ്ബാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ് എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ് എന്നുള്ളത്. വലഹു അൻ അബീ ഹുറൈറ, ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന റിവായത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തബാറക വ തആല ഇദാ അഹബ്ബ അബ്ദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, നാദ വിളിച്ചു പറയും, യാ ജിബ്രീൽ, ഏ ജിബ്രീൽ, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാളിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഫഹിബ്ബഹു, നീയും അവനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ആ വ്യക്തിയെ ഇഷ്ടപ്പെടും. തുമ്മ യുനാദി ജിബ്രീലു ഫിസ്സമാ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്ത്, കോടാനുകോടി മലക്കുകളുള്ള അത്രയും വിശാലമായ ആകാശലോകത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും അവനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാഇ വയൂദഉ ലഹു അൽ ഖബൂലു ഫിൽ അർദ്, ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശത്തുള്ള മലക്കുകളെല്ലാം അവനെ ഇഷ്ടപ്പെടും. വയൂദഉ ലഹു അൽ ഖബൂലു ഫിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് ഭൂമിയിൽ ഖബൂൽ വെക്കും, അഥവാ സ്വീകാര്യത വെക്കും. അല്ലാഹു തആല ബാക്കിയുള്ളവരുടെ ഖൽബിൽ സ്വീകാര്യത വെച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വളരെ മഹത്തായ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു വിശേഷണത്തെ അറിയിക്കുന്ന ഒരു ഹദീസാണ്. അതായത് അല്ലാഹു തആല ഇഷ്ടപ്പെടും എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന് ഹുബ്ബ് എന്നുള്ള വിശേഷണമുണ്ട്. അത് ഖുർആനിലും ധാരാളം, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, മുത്തദഹിരീൻ അല്ലെങ്കിൽ ക്ഷമിക്കുന്നവർ, അങ്ങനെ പല മുഹ്സിനീൻ, അങ്ങനെ പല വിശേഷണങ്ങൾ വന്നിട്ടുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നുള്ളത്. അത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിനോട് ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അള്ളാഹുവിനൊരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മളൊരാളായി ചിന്തിച്ചാൽ മതി, നമ്മളെയാണ് അല്ലെങ്കിൽ എന്നെയാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ എന്ത് വേണം? അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ എന്താ നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഖുർആനിലെ ആയത്തുകൾ വന്നിട്ടുള്ളത് ഉണ്ട്, ദിക്ർ ഉണ്ട്, അതുപോലെ തവക്കുലുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഹദീസിലും ഖുർആനിലുമായിട്ട് അത് മാത്രം പണ്ഡിതന്മാർ ക്രോഡീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള അമലുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ അമലുകൾ ഉണ്ടായതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു അടിമയെ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും, യാ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. കാരണം മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മലക്കാരാണ് ജിബ്രീൽ അലൈഹിസ്സലാം. പ്രത്യേകം റൂഹ് എന്ന പേരിൽ വരെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വഹീന്റെ ഉത്തരവാദിത്തം നൽകിയിട്ടുള്ള മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, ഇന്നാലിന്ന ആളെ, ആളുടെ പേര് പറഞ്ഞുകൊണ്ട് പറയും, ഇന്നാലിന്ന ആളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫഅഹിബ്ബഹു, നീയും ഇഷ്ടപ്പെടണമെന്ന് പറയും. നമ്മളത് ആലോചിച്ച് നോക്കിയും, നമ്മുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമുണ്ടായിട്ട് നമ്മുടെ പേര് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നെന്ന് ആലോചിച്ച് നോക്കിയും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് സൂറത്തുൽ ബയ്യിന ഓതി തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ പ്രത്യേകം അറിവുള്ള സഹാബിയായിരുന്നു. ആയത്തുൽ കുർസിയെ പറ്റി ഏറ്റവും അഫ്ളലായ ആയത്ത് എന്ന് പറഞ്ഞത് ആ സഹാബിയാണ്. അപ്പൊ സൂറത്തുൽ ബയ്യിന ഓതി തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ പേര് പറഞ്ഞു ചോദിച്ചു, എന്റെ പേര് പറഞ്ഞു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിന്റെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പേര് പറഞ്ഞു എന്നുള്ളതിൽ പൊട്ടിക്കരയേണ്ടായത്. അപ്പൊ ആകാശ ലോകത്ത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടാൽ, അതിനുള്ള ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ, അത് ശ്രദ്ധിക്കണം, അത് വേറൊരു ദർസായിട്ട് എടുക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള കർമ്മങ്ങൾ അത് നമ്മളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേര് പറഞ്ഞിട്ട് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ഇന്നാലിന്ന ആളെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, നീയും ഇഷ്ടപ്പെടണം. ഇതൊന്ന് റിലേറ്റ് ചെയ്യാൻ ഭൗതികമായിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഭൗതികമായിട്ട് ഏതെങ്കിലും ഒരു രാജാവ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ നാട്ടിലത്തെ രാജാവ് അവിടുത്തെ വലിയ മന്ത്രിമാരിരിക്കുന്ന സദസ്സിൽ നമ്മൾ അറിയാണ്, ഇങ്ങനെ നമ്മുടെ പേര് പറഞ്ഞെടുക്കാൻ അവന് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങളൊക്കെ ഞാൻ ഇതാവണം, ഒരു സ്ഥാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതെന്താണ്, നമ്മുടെ മനസ്സിലുള്ള സന്തോഷം എന്താണ്? ഇത് ആകാശഭൂമികളെ റബ്ബായിട്ടുള്ള അല്ലാഹു തആല നമ്മുടെ പേരെടുത്ത് പറയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, എനിക്ക് അവന് ഇഷ്ടമായിട്ടുണ്ട്, നീ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് ആകാശ ലോകത്ത് ആ കോടിക്കണക്കിന് മലക്കുകളുടെ അടുക്കൽ വന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു തആലക്ക് ഇന്നൊരാൾ ഇഷ്ടമായിട്ടുണ്ട്, ഫഹിബ്ബൂഹ്, നിങ്ങൾ എല്ലാവരും അവന് ഇഷ്ടപ്പെടണം എന്ന് പറയും. ആകാശ ലോകത്തെ മലക്കുകൾ എല്ലാവരും അവന് ഇഷ്ടപ്പെടും. നമ്മളാണെന്ന് വിചാരിച്ചു വെക്കും, നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാകും. അവിടെ നിന്നോ? ഇല്ല. വേറെ ചില റിവായത്തിൽ
പിന്നെ ആ ഇഷ്ടത്തെ ഭൂമിയിലേക്ക് ഇറക്കും. അല്ലാഹു തആല ഭൂമിയിലേക്ക് ഇറക്കും. അല്ലാഹു തആല മറ്റുള്ള ആളുകൾക്കിടയിലെല്ലാം അവനോടുള്ള ഇഷ്ടത്തെ ഇട്ടുകൊടുക്കും. നമ്മൾ ചില ആളുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില ആളുകളോട് നമുക്ക് കൽബിൽ നമുക്ക് ചിലപ്പോൾ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല, വലിയ അടുപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടം തോന്നും നമുക്ക്. ചില ആളുകൾ തോന്നും അത് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. നമ്മളോട് ബാക്കിയുള്ളവർക്ക് ഇഷ്ടം വേണമെങ്കിൽ ആരിഷ്ടപ്പെടണം? അള്ളാഹു ഇഷ്ടപ്പെടണം. അതല്ലാതെ ആളുകൾ കാണിക്കുന്ന ഇഷ്ടത്തിന് വേറെ ലക്ഷ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ ചില ആളുകൾ പേടിച്ചിട്ട് ഇഷ്ടം കാണിക്കും, ചില ആളുകൾ എന്തായാലും ഇഷ്ടം കാണിക്കേണ്ടത് വെച്ചിട്ട് ഇഷ്ടം കാണിക്കും. പക്ഷെ ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം ഒരാളുടെ കൽബിൽ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ആദ്യം അള്ളാഹു ഇഷ്ടപ്പെടണം. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയോ പിന്നെ എല്ലാ സൃഷ്ടികൾക്കും, ജന്തു ജീവജാലങ്ങൾക്ക് പോലും അവനോട് ഇഷ്ടം ഉണ്ടാവുന്ന, മൃഗങ്ങളിൽ പോലും അവനോടുള്ള ഒരു ഇഷ്ടം അള്ളാഹു സുബ്ഹാനഹു വതആല ഇട്ടുകൊടുക്കും. സലഫുകൾ പറഞ്ഞത് കാണാം, ഞാനൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ദോഷം, അതിന്റെ പ്രതികരണം എന്റെ ഭാര്യയിൽ നിന്നും എന്റെ മൃഗങ്ങളിൽ നിന്നും വീട്ടിലെ എലിയിൽ നിന്നും വരെ ഞാൻ കാണാറുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലൊരു എലിയിൽ നിന്ന് വരെ അതിന്റെ ഒരു പ്രതികരണം എനിക്ക് അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ എന്റെ വാഹനാമൃഗത്തിൽ നിന്ന് വരെ കിട്ടാറുണ്ട്. അതായത് അത്രയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് ഇഷ്ടം ഇട്ടുകൊടുക്കും. ഇതിന്റെ വേറെ ചില റിവായത്തിൽ ഇത്രയും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് മറിയമിലെ ഈ ആയത്ത് പാരായണം ചെയ്യുന്നുണ്ട്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. ആരാണോ ഈമാനും സൽക്കർമ്മങ്ങളും ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് അള്ളാഹു തആല ബുദ്ധിനെ ഇട്ടുകൊടുക്കുമെന്ന്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഹബ്ബിനേക്കാൾ ഒന്നുകൂടി പാഷനേറ്റ് ലവ് എന്നൊക്കെ പറയും. അഥവാ ഒരു നിബന്ധന, ഒരു കണ്ടീഷനും ഇല്ലാതെ ഒരാളോട് ഇഷ്ടമുണ്ടാകുന്നതിനാണ് ബുദ്ധി എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു ഇഷ്ടത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകളുടെ ഇടയിൽ ഇട്ടുകൊടുക്കും എന്നുള്ളതാണ്. അപ്പോ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് പരിശ്രമിക്കണം. ഈമാനും അമലു സാലിഹാത്തുമാണ് അടിസ്ഥാനം. ചില കർമ്മങ്ങൾ പ്രത്യേകം ആ ഇഷ്ടം നേടിത്തരുന്നുണ്ട്. ആ ഇഷ്ടം നേടിയോ ലോകത്തുള്ള എല്ലാവരുടെ ഉള്ളിലും അള്ളാഹു ഇഷ്ടം. ശത്രുക്കളുടെ ഉള്ളിൽ പോലും അവൻ ശത്രുത കാണിച്ചാൽ പോലും അവന്റെ കൽബിൽ ഇവനോടൊരു ഇഷ്ടം അള്ളാഹു തആല ഇട്ടുകൊടുത്തിരിക്കും. മുഅ്മിനീങ്ങളുടെ ഉള്ളിൽ തീർച്ചയായിട്ടും അള്ളാഹു തആല അത് വെക്കുന്നതാണ്. അടുത്ത ഹദീസ് വായിക്കാം. പോട്ടെ ഈ ബാബു നമുക്ക് തീർക്കാം. 2-3 ഹദീസുകൾ. അടുത്ത ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശ്വാസം അഖീദ കിതാബുകളിൽ വളരെ പ്രധാനപ്പെട്ട അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽ പ്രധാനപ്പെട്ടായി അറിയിക്കുന്ന ഒരു കാര്യമാണ് മുഅ്മിനീങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണും എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ഹദീസുകളിലൊക്കെ നമ്മൾ പറഞ്ഞു, ദുനിയാവിൽ വെച്ച് ഒരാൾക്കും അല്ലാഹുവിനെ കാണാൻ സാധിക്കില്ല. എന്നാൽ സ്വർഗാവകാശികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകും. അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. وعن جرير بن عبد الله البجلي رضي الله عنه قال كنا جلوسا عند النبي صلى الله عليه وسلم. സഹാബികൾ പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു ദിവസം ഇരിക്കുകയായിരുന്നു. إذ نظر إلى القمر ليلة البدر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ബദർ പറഞ്ഞാൽ ഇന്നത്തെ രാത്രിയാണത്, അഥവാ പൂർണ്ണ നിലാവുള്ള ആ രാത്രി ചന്ദ്രനിലേക്ക് നോക്കുകയാണ്. قال إنكم سترون ربكم كما ترون هذا القمر لا تضامون في رؤيته. إنكم سترون ربكم. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്നതാണ്. كما ترون هذا القمر. ഈ ഒരു ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ. لا تضامون في رؤيته. അല്ലാഹുവിനെ കാണുന്നതിൽ ഒരു മങ്ങലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. തുമാമുന എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി ഇല്ലാതെ മങ്ങിപ്പോകുന്നതിന് ഒരു മങ്ങലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. വളരെ ക്ലിയർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഫൈൻ ഇസ്തതഅതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ, നിങ്ങൾക്ക് സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഖുറൂബിഹാ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള നിസ്കാരം നിർവഹിക്കാൻ, ലാ തുഗ്ലബു ഒന്നും നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ, അഥവാ അതൊരിക്കലും നഷ്ടപ്പെടാതെ നിസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഫഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യുക. സുമ്മ ഖറഅ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവർ പറയുന്നതിൽ നീ ക്ഷമിക്കുക. വസബ്ബിഹ് ബിഹംദി റബ്ബിക്, നീ നിന്റെ റബ്ബിനെ തസ്ബീഹും തഹ്മീദും ചെയ്യുക, അല്ലാഹുവിനെ പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുക.
ഖബല തുലൂഇ ശംസി വ ഖബല ഗുറൂബിഹാ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും അസ്തമിക്കുന്നതിന് മുമ്പും എന്നുള്ള സൂറത്തു ത്വാഹയിലെ 130-ാമത്തെ ആയത്ത് പാരായണം ചെയ്യുകയും ചെയ്തു. ഈ ഹദീസിൽ പറയുന്ന വിഷയം നാളെ പരലോകത്ത് മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ കാണും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഏറ്റവും ആസ്വാദകരമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അതൊരു ലക്ഷ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, നരകാവകാശികൾ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും, തുരീദൂന ശൈഅൻ അസീദുക്കും, അല്ലാഹു തആല ചോദിക്കും, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരണോ? യാ അഹ്ലുൽ ജന്ന, സ്വർഗാവകാശികളെ നിങ്ങൾക്ക് എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരണോ ചോദിക്കും. അവര് പറയും, സ്വർഗാവകാശികൾ അള്ളാഹുവിനോട് പറയും, അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിന മിനൻ നാർ, റബ്ബേ നീ ഞങ്ങളുടെ മുഖം പ്രകാശപൂരിതമാക്കിയില്ലേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, ഇനി ഞങ്ങൾക്ക് എന്താ, ഞങ്ങളെ പാപങ്ങളൊക്കെ പുറത്ത് നരകത്തിന് രക്ഷപ്പെടുത്തിയില്ലേ, ഇനി ഞങ്ങൾക്ക് എന്താ വേണ്ടത്? സ്വർഗത്തിലെ എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ. എന്നിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോ പിന്നെ ഫയക്ഷിഫുൽ ഹിജാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിജാബ് നീക്കും, പ്രകാശത്തിന്റെ ഹിജാബ് നീക്കും. മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നോക്കും, അള്ളാഹുവിലേക്ക് നോക്കും. അതിനേക്കാൾ അവർക്ക് ആസ്വാദകരമായിട്ടുള്ള ഒന്നും തന്നെ നൽകിയിട്ടുണ്ടാവില്ല. അതിനേക്കാൾ അവർക്ക് ആസ്വാദനമായിട്ടുള്ള ഒന്നും തന്നെ നൽകിയിട്ടുണ്ടാവില്ല. ഏറ്റവും വലിയ ആസ്വാദനമാണത്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ദുനിയാവിൽ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയലാണ്. പരലോകത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ സ്വർഗീയ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ കാണലാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു ദുആ ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? വലിയ ദുആ ആണ്. അതിൽ ഈ ഭാഗം മാത്രമുള്ള ഒരു ഭാഗമുണ്ട്. ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനവും പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനവും ഒരുപോലെ ചോദിക്കുന്ന ഒരു ദുആ ഉണ്ട്. ആർക്കെങ്കിലും അറിയോ? ഈ ഭാഗം പറഞ്ഞാലും മതി. വേറെ ആർക്കെങ്കിലും? സുബ്ഹാനല്ലാഹ്, എല്ലാവരും പഠിക്കണം. ഞാൻ പറയാം, ഞാൻ ഓർമ്മ ഉണ്ടാവില്ല. വലിയൊരു ദുആ ആണ്. അതിന്റെ തുടക്കം അല്ലാഹുമ്മ ബിഇൽമിക്കൽ ഗൈബ് വഖുദ്റതിക ലിൽ ഖൽഖ് അഹീനി ഇദാ അലിംതൽ ഹയാത്ത് ഖൈറൻ ലി വതഫനി ഇദാ അലിംതുൽ വഫാത്ത് ഖൈറൻ ലി. തുടക്കം അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ ഭാഗത്തിന്റെ ഭാഗം അതിന്റെ അവസാനത്തിന് തൊട്ടുമ്പോഴാണ് വസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖായിക് ഫി ഗൈരി ضراء മുദിറത്തിൻ വലാ ഫിത്നതി മുദില്ല. കേട്ടിട്ടില്ല? പഠിക്കണം. കേട്ടിട്ടുണ്ടല്ല? കേട്ടാരെങ്കിലും ഉണ്ടോ? ഇതെന്തായാലും പഠിക്കണം. കാരണം ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം തേടുന്നതും പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം തേടുന്ന ദുആ ആണ്. ഇത് വലിയ ദുആ ആണ്. മൊത്തം ദുആ പഠിക്കാൻ നല്ലതാണ്. ഈ ഭാഗം വസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്, അല്ലാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആസ്വാദനത്തെ ഞാൻ തേടുന്നു. ഇത് വേണമെങ്കിൽ ദുആ മൊത്തം ഗ്രൂപ്പിലോ മറ്റൊന്നിലൊക്കെ ഷെയർ ചെയ്യാം. വസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖായിക്, നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെയും ഞാൻ ചോദിക്കുന്നു. ഒന്നാമത്തേത് പറഞ്ഞത് എന്താണ്? സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ ആസ്വാദനമാണ്. രണ്ടാമത്തേത് പറഞ്ഞത് എന്താണ്? ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനമാണ്. അപ്പൊ ഈ രണ്ട് കാര്യം ഒറ്റ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. കുറച്ച് വിശദീകരിക്കേണ്ട ആശയമാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവാം. പക്ഷെ ഈ ദുആ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും പഠിക്കണം, പഠിക്കാതിരിക്കരുത്. കാരണം അത്രയും മഹത്തായിട്ടുള്ള ഒരു ദുആ ആണ്. ഈ ദുആ ഉദ്ധരിച്ചിട്ടുള്ളത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്താണ്. അമ്മാർ ഇബ്നു യാസിർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചതാണ്. തശഹുദിന് ശേഷമൊക്കെ നിസ്കാരത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച ദുആ എന്നാണ് അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ദുആ പഠിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞ വിഷയം ദുനിയാവിലെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം അഥവാ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. പരലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനം അള്ളാഹുവിനെ കാണലാണ്. അപ്പോ അത് അതിന്റെ ഒരു ഭാഗം. രണ്ട്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസമാണ്. ഈ ഹദീസിലാവട്ടെ ഖുർആനിലാവട്ടെ ധാരാളം തെളിവുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. യൗമുൽ മസീദ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ കാണുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ധാരാളം ആയത്തുകൾ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അഖീദയുടെ കിതാബുകളൊക്കെ ഇനി പഠിക്കുമ്പോൾ അഖീദത്തുൽ വാസിയയിലോ അല്ലെങ്കിൽ ഉസൂലുസുന്നയിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അറിയില്ല. ഉസൂലുസുന്ന കുറെ ദർസയിൽ ആ ഭാഗമുണ്ട്. പിന്നെ ധാരാളം തെളിവുകൾ വെച്ചിട്ട് ആ കാര്യമുള്ളതാണ്. അപ്പൊ അള്ളാഹുവിനെ കാണും, പരലോകത്ത് സ്വർഗത്തിൽ കാണും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞു, അതിന്റെ കാണുന്ന ആ ക്ലാരിറ്റിയെ ഒരു ഉപമ വെച്ച് പറയാണ്. കാണുന്നതിനല്ല, അള്ളാഹുവിനെ അല്ല ഉപമിച്ച് പറഞ്ഞത്, ആ കാണുന്ന കാര്യത്തെ ഉണ്ടല്ലോ, കാണുന്ന ക്ലാരിറ്റിയെ ഉപമിച്ച് പറഞ്ഞത് പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ
ആകാശത്ത് ചന്ദ്രനെ കാണുന്നത് പോലെയാണ്. ഇപ്പൊ ഇന്ന് ആ ദിവസമാണ്, ഇന്ന് അത്ര ക്ലാരിറ്റിയിൽ നമുക്കൊന്ന് കാണാൻ വരുന്ന വഴിക്ക് അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്ര ഇതില് ക്ലാരിറ്റിയിൽ അള്ളാഹുവിനെ കാണാൻ പറ്റും, ഒരു മങ്ങലുമില്ലാതെ അള്ളാഹുവിനെ കാണാൻ പറ്റും. ഇനി അള്ളാഹുവിനെ കാണാനുള്ള സബബുകളിൽ, അത് ആ നേട്ടം ലഭിക്കാനുള്ള സബബുകളിൽ പ്രധാനപ്പെട്ട സബബ് എന്താണ്? അസ്സലാ, നിസ്കാരമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. വുജൂഹു യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ എന്ന ആയത്തുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് പണ്ഡിതന്മാർ ഇതിന് പറയാറുണ്ട്. അപ്പോ ഇതിന്റെ ഉദ്ദേശം എന്താണ്? നിസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് പരലോകത്ത് അള്ളാഹുവിനെ കാണാൻ ഏറ്റവും വലിയ സബബാണ് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന്, ഈ ഹദീസിൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രത്യേകതകളുണ്ട്. നിസ്കാരം ഒന്ന് ഫജ്ർ ഖബല തുലൂഇ ശംസ്, രണ്ട് അസ്ർ ഖബല ഗുറൂബി ശംസ്. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിനെ കാണും. മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണും. ആസ്വാദനത്തിന്റെ നോട്ടം അള്ളാഹുലേക്ക് നോക്കും. അവർ ദുനിയാവിലെ സ്വർഗത്തിൽ ലഭിച്ച മറ്റേത് അനുഗ്രഹത്തെക്കാളും അവർക്ക് ഇഷ്ടമുള്ള കാര്യം അള്ളാഹുവിനെ കാണലായിരിക്കും. അത് ഒന്നുകൂടി വിശാലമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും അള്ളാഹുവിനെ കാണുമെന്നുള്ളതുണ്ട്. ആ സ്വർഗത്തിലെ പദവി അനുസരിച്ച് അള്ളാഹുവിനെ അടുത്ത് നിന്ന് കാണുന്നവരുണ്ട്, ദൂരെ നിന്ന് കാണുന്ന ആളുകളുണ്ട്. പിന്നെ അഖീദപരമായിട്ടുള്ള ചർച്ചകളുണ്ട്. കുഫാറുകളും മുനാഫിക്കുകളും കാണുമോ ഇല്ലയോ എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളൊക്കെ ആ വിഷയത്തിൽ ആഴത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുണ്ട്. അടുത്ത ഹദീസ്, വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന അല്ലാഹ തബാറക വതആല ഖാല. ഒരു ഖുദ്സിയായ ഹദീസാണ്, വളരെ അറിയപ്പെട്ട പ്രശസ്തമായ ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹുവിന്റെ വലായത്തുമായി, അള്ളാഹു നൽകുന്ന വലായത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഹദീസുൽ വലിയ് എന്നറിയപ്പെടുന്ന ഒരു ഹദീസാണത്. പല ആളുകളും പറയുമ്പോ വലായത്ത് എന്നുള്ളതിന് പകരം വിലായത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. വിലായത്ത് ലഭിച്ചത് അങ്ങനെയല്ല, അറബിയിൽ അതിന്റെ ഉപയോഗം വലായത്ത് എന്നാണ്. വിലായത്ത് പറഞ്ഞാൽ അധികാരം എന്നർത്ഥം. വലായത്ത് എന്ന് പറഞ്ഞാലാണ് നമ്മൾ പറയുന്ന ഔലിയാക്കളുടെ ആശയത്തിൽ വലായത്ത്, വാവിന് ഫത്ഹാണ്. അത് മിഫ്താഹ് ദാരി സഅദ എന്ന കിതാബിൽ ഇബ്നു ഖയ്യിം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് വിലായത്ത് എന്ന് പറയുക എന്നുള്ളത്. ആളുകൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്, അറിവുള്ള ആളുകളിലൊക്കെ സംഭവിക്കാറുണ്ട്. അതെന്താ വെച്ചാൽ ആ വാക്ക് അങ്ങനെയാണെന്ന് ധരിച്ചുകൊണ്ടായിരിക്കണം. പക്ഷെ വലായത്താണ് അതിന്റെ യഥാർത്ഥ ഉപയോഗം. അപ്പോൾ വലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുൽ വലി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു തആല പറയാണ്, മൻ ആദാ ലി വലിയൻ, ആരാണോ എന്റെ ഒരു വലിയനോട്. വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സഹായിക്കുന്ന, വലിയുൽ മൻസൂർ എന്നാണ് അതിന്റെ അർത്ഥം. അഥവാ അള്ളാഹുവിനാൽ സഹായിക്കപ്പെടുന്ന വ്യക്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. വലിയ എന്ന് പറഞ്ഞാൽ വലിയുൽ മൻസൂർ എന്നാണ്. ഈ ഷിർക്കിന്റെ ആളുകൾ വലിയ അർത്ഥം വെക്കുമ്പോൾ അവർ പറയുന്ന അർത്ഥം വലിയുൻ നാസിർ എന്നുള്ള അർത്ഥത്തിലാണ്, അള്ളാഹിനെ സഹായിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. ഷിർക്കിന്റെ ആളുകൾ, ഔലിയാക്കളെ വിളിച്ചു തേടുന്ന ആളുകൾ, അവര് വലിയ എന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന അർത്ഥം വലിയുൻ നാസിർ, അള്ളാഹിനെ സഹായിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ്. വലിയുൽ മൻസൂർ ഇസ്ലാമിലുള്ള ഒരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്, അള്ളാഹു തആല തെരഞ്ഞെടുക്കുന്നവർ ഔലിയാക്കളുണ്ട്, അവർക്ക് കറാമത്തുകളും അള്ളാഹു തആല നൽകാറുണ്ട്. അപ്പൊ മൻ ആദാ ലി വലിയൻ, എന്റെ വലിയനോട്, അഥവാ ഞാൻ സഹായിക്കുന്ന എനിക്ക് പ്രിയപ്പെട്ട സ്ഥാനത്തുള്ള എന്റെ വലിയനോട് ആരാണോ ശത്രുത വെക്കുന്നത്, ആദാ ശത്രുത വെക്കുന്നത്, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാനിതാ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹു തആല പറയാണ്, എന്റെ വലിയനോട് ശത്രുത വെക്കുന്നവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി, ഇനി എങ്ങനെയാണ് ആ വലായത്ത് കിട്ടുന്നത്? വലായത്തിന്റെ അർഹനാകുന്ന എങ്ങനെയാണ്? അത് പറയാണ്, ഒരടിമ എന്നിലേക്ക് അടുക്കുന്നില്ല, ബിശൈഇൻ എന്തെങ്കിലും കാര്യം കൊണ്ട്, അഹബ്ബ ഇലയ്യ മിൻ അദാഇ മഫ്തറതുഹു അലൈഹി, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് ഒരാൾ എന്നിലേക്ക് അടുക്കുന്നില്ല. എന്തുകൊണ്ടല്ലാതെ? അവന്റെ മേലെ ഞാൻ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ കൊണ്ടല്ലാതെ. അതായത് വലായത്ത് ലഭിക്കുക എന്ന് പറഞ്ഞത് ഹുബിന്റെ മേലെ കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരാൾ അള്ളാഹുവിനെ എത്ര ഇഷ്ടപ്പെടുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവനെ എത്ര ഇഷ്ടപ്പെടുന്നുവോ, ഇതാണ് വലായത്തിന്റെ അടിസ്ഥാനം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളും വാക്കും എല്ലാം അവനിലുണ്ടാകും, അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടുമ്പോഴാണ് അവൻ ഈ ദർജയിലെത്തുന്നത്. അപ്പൊ ആ ഇഷ്ടം നേടാനുള്ള അടിസ്ഥാന കാര്യം ഞാൻ അവന്റെ മേലെ നിർബന്ധമാക്കിയ കാര്യങ്ങളാണ്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, അങ്ങനെ നിർബന്ധമായ കാര്യങ്ങൾ കൊണ്ട് അടുക്കും, പിന്നെയും അടുത്തുകൊണ്ടേയിരിക്കും. ബിൻ നവാഫിൽ, നവാഫിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ സുന്നത്തായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള കാര്യങ്ങൾ.
ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അള്ളാഹുവിന്റെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്, അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടും. ഫൈദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന നോട്ടം, അവൻ നോക്കുന്ന നോട്ടം ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. എന്താണ് അതിന്റെ ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം അവന്റെ കൈയും കാലും കാതും കണ്ണുമെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ കാണുകയുള്ളൂ, കേൾക്കുകയുള്ളൂ, ചെയ്യുകയുള്ളൂ. അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കും. അവൻ ആ ഫർളും നഫ്ലും ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് ഈ രീതിയിലൊരു സംരക്ഷണം അവനുണ്ടാകും. വല ഇൻ സഅലനി ലഉതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തായാലും അവന് കൊടുക്കും. വല ഇൻ ഇസ്തആദനി ലഉഈദന്നഹു, അവൻ എന്നോട് രക്ഷ തേടിയാൽ എന്തായാലും ഞാൻ അവന് രക്ഷ കൊടുക്കും. വമാ തറദ്ദദ്തു അൻ ഷൈഇൻ, തറദ്ദദ എന്ന രണ്ട് കാര്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥക്കാണ് തറദ്ദദ എന്ന് പറയാ. ഇവിടെ ഉദ്ദേശം കരിഹ്തു എന്നുള്ള അർത്ഥത്തിലാണ്, തഫ്സീർ പിന്നെ വരുന്നുണ്ട്. വമാ തറദ്ദദ്തു അൻ ഷൈഇൻ അന ഫാഇലുഹു, ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഞാൻ വെറുക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തറദ്ദുദി അൻ ഖബ്ദി നഫ്സി അബ്ദിൽ മുഅ്മിൻ, മുഅ്മിനായിട്ടുള്ള വലായത്ത് ലഭിച്ചിട്ടുള്ള ഒരു അടിമയുടെ റൂഹിനെ പിടിക്കലാണ്. അവന്റെ റൂഹിനെ, ഖബ്ദി നഫ്സ് എന്ന് പറഞ്ഞാൽ റൂഹിനെ പിടിക്കലാണ്, അതായത് മരിപ്പിക്കലാണ്. യക്റഹുൽ മൗത്ത്, എന്തുകൊണ്ടാണ് അള്ളാഹു അതിന് വെറുക്കുന്നു പറഞ്ഞത്? കാരണം അടിമയ്ക്ക് എന്ത് ഇഷ്ടമല്ല? മരണം ഇഷ്ടമല്ല. അതായത് വലായത്തിന്റെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി കൊടുക്കുന്നതാണ്. പക്ഷെ മരണം അവൻ എന്ത് ചെയ്യുന്നു? ഏത് മനുഷ്യനും പൊതുവായിട്ടുള്ള മരണത്തിനോടുള്ള വെറുപ്പ് അവനുണ്ട്. പക്ഷേ അക്റഹു മസാഅതഹു, അള്ളാഹു പറയാണ് അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാനും വെറുക്കുന്നു. അള്ളാഹുവിന്റെ വലായത്ത് ലഭിച്ചൊരു അടിമക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹു വെറുക്കുന്നു. പക്ഷെ അവൻ മരണത്തെയും വെറുക്കുന്നു. പക്ഷെ വലാ ബുദ്ദ ലഹു മിൻഹു, പക്ഷെ മരണം അവൻ എന്താണ്? നിർബന്ധമായിട്ടും മസ്റ്റായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, അത് ഉണ്ടാകേണ്ട വേണം. അപ്പൊ അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയണ എന്തേ ഉള്ളൂ? അവനെ മരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാത്തൊക്കെ അവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ആക്കി നടത്തി, അവൻ ചോദിച്ചാൽ നൽകും, രക്ഷ തേടിയാൽ രക്ഷ നൽകും. ആ അവസ്ഥയിൽ ഞാൻ അവനെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറയാൻ. ഇത് ഹദീസുൽ വലി ഈ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അഹ്ലുസുന്നയുടെ വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ വലായത്ത് ലഭിച്ചിട്ടുള്ള ഔലിയാക്കളുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും എന്തല്ല ഔലിയാക്കളെ പ്രാർത്ഥിക്കാനുള്ള തെളിവാണോ? അല്ലെങ്കിൽ ഔലിയാക്കിനെ ആരാധിക്കാനുള്ള തെളിവാണോ? ഇല്ല. കാരണം റസൂലിനെ പ്രാർത്ഥിക്കാൻ പറ്റൂല, റസൂലിനോട് പ്രാർത്ഥിക്കാൻ പറ്റൂല, റസൂലിനെ ആരാധിക്കാൻ പറ്റൂല. റസൂലിന്റെ താഴെയാണ് ആര്? ഔലിയാക്കളുടെ സ്ഥാനം. പിന്നെ ഔലിയാക്കളില്ല പറയേണ്ട ആവശ്യമില്ല. ഔലിയാക്കളുണ്ട്, പക്ഷെ എന്തല്ല, അവരെ ആരാധിക്കാനുള്ള തെളിവല്ല. അപ്പൊ ഈ വലായത്ത് ലഭിക്കാനുള്ള രണ്ട് കാരണങ്ങൾ, ഒന്ന് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, നിർബന്ധ നിസ്കാരം, റമദാനിലെ നോമ്പ്, സക്കാത്ത്, നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ, സത്യം പറയൽ, അങ്ങനെയുള്ള നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ആ വലായത്ത് ലഭിക്കാൻ ഉണ്ടാവേണ്ട കാര്യം എന്താണ്? നഫ്ലുകളായിട്ടുള്ള ഇബാദത്തുകൾ, റവാത്തിബ് സുന്നത്താവട്ടെ, രാത്രി നിസ്കാരം, ദുഹാ, സുന്നത്തായ നോമ്പുകൾ, ദാനധർമ്മങ്ങൾ, സദഖ, സക്കാത്തിന് പുറമേ ഉള്ളത്, ഉംറ നിർവഹിക്കുക, ഇച്ഛികമായി ഉംറ വീണ്ടും നിർവഹിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക, അങ്ങനെ എന്തെല്ലാം നന്മകൾ വന്നു അതെല്ലാം ചെയ്യുക. അങ്ങനെയുള്ള ഫർദും നഫലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ നേട്ടം എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടം അവന് നേടും, അള്ളാഹു അവന് ഇഷ്ടപ്പെടും. അള്ളാഹു അങ്ങനെ ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവന് പ്രത്യേക സംരക്ഷണം കൊടുക്കും. അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഹറാമിനെ അള്ളാഹു തെറ്റിച്ചു കളയും. നല്ല ഹലാലിലേക്ക് നോക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സംരക്ഷണം കൊടുക്കും. അവന്റെ കാതിൽ ഹറാമുകളിൽ നിന്ന് നീക്കി ഹലാലുകളായത് മാത്രം കേൾക്കുന്ന അവസ്ഥ ഉണ്ടാക്കും. അവന്റെ കൈ പിടിക്കുന്നതാവട്ടെ, അവൻ പോകുന്നതാവട്ടെ, ആ രീതിയിലുള്ള സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നതാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. അല്ലാതെ കൈയും കാലും അള്ളാഹു ആകും എന്നുള്ളതല്ല. തസൂഫിന്റെ ആളുകൾ പറയുന്ന പോലെ പിഴച്ച വാദം, അതല്ല അതിന്റെ ഉദ്ദേശം. അള്ളാഹു അങ്ങനെ അവന് സംരക്ഷണം കൊടുക്കും. അവൻ ചോദിച്ചാൽ അള്ളാഹു നൽകും, ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം ചെയ്യും, അവൻ രക്ഷ തേടിയാൽ അള്ളാഹു രക്ഷ നൽകും. ആ അവസ്ഥയിൽ അള്ളാഹു തആല അവനെ എത്തിക്കും. പിന്നെ അവന് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും അള്ളാഹിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. കാരണം അവൻ അള്ളാഹുവിന്റെ വലായത്ത് ലഭിച്ച ആളായിരിക്കും. പക്ഷെ അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടും ഒരു കാര്യം അള്ളാഹു അവന്റെ മേലെ വിധിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? അവന്റെ മരണമാണ് ഉണ്ടാവുക. കാരണം അത് മനുഷ്യർക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ടതുള്ളതുകൊണ്ട്. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ വലിയാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത് ചില ആളുകൾ ധരിക്കുന്നത് ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല,
അത് വേറെ ആരൊക്കെയോ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ അങ്ങനെ ഒന്നും ആവേണ്ട ആളല്ല എന്നൊരു ധാരണ ഉണ്ട്. പക്ഷെ അതല്ല, ഫർളും നഫ്ലുമായ ഇബാദത്തുകൾ കണിശമായി മുറുകെ പിടിക്കുന്നതിലൂടെ, ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈമാനും തഖ്വയുമുള്ള അതിന്റെ പരിപൂർണതയിലുള്ള ഏതൊരാളും അള്ളാഹുവിന്റെ വലിയാണെന്നാണ് അഹ്ലുസുന്നയുടെ അസ്ല്. ഈമാനും തഖ്വയുമുള്ള ഒരാൾ അള്ളാഹുവിന്റെ വലിയാണ്. അപ്പൊ അത് നമുക്ക് ആകാൻ ആവശ്യമായിട്ടുള്ള നിലക്കുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള മഹത്തായ സംരക്ഷണം നമുക്ക് ലഭിക്കും. പലപ്പോഴും മുൻഗാമികളിൽ ധാരാളം ആളുകൾ ഈ വലായത്ത് ലഭിച്ച ആളുകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പല സലഫുകളുടെ ചരിത്രത്തിലും ഇപ്പൊ ഹില്യത്തുൽ ഔലിയ പോലെയുള്ള കിതാബുകൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു തആല ഔലിയാക്കളായി തെരഞ്ഞെടുത്ത ആളുകൾ, അവർക്കുണ്ടായ കറാമത്തുകൾ, അവരുടെ ജീവിതം, അവരുടെ ഇബാദത്തുകൾ, ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. സലഫുകളെ പറ്റി നമ്മൾ ധാരാളം കേൾക്കണം, സലഫുകളുടെ ചരിത്രം വായിക്കണം. കാരണം നമ്മൾ എപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുക ആരായിട്ടായിരിക്കും എന്നറിയോ? നമ്മുടെ ചുറ്റുള്ള ആൾക്കാരായിട്ടായിരിക്കും. ചുറ്റുള്ള ആൾക്കാരെ കമ്പയർ, അതിന് സലഫി മനഹജ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സലഫി മനഹജിന്റെ അസ്ലം എന്താണ്? നമ്മൾ ആരായിട്ട് കമ്പയർ ചെയ്യുന്നത്? വിശ്വാസം സലഫുകളെ പോലെ, ഇബാദത്ത് സലഫുകളെ പോലെ, സ്വഭാവം സലഫുകളെ പോലെ, ജീവിതത്തിൽ ഉടനീളം സലഫുകളെ പോലെ. ഇതാണ് നമ്മുടെ താരതമ്യം. അപ്പോൾ നമ്മളുടെ ഇബാദത്തുകൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം, അള്ളാഹുവിലുള്ള ഖൽബിയ ഇബാദത്തുകൾ, ഇത് സലഫുകളുടെ പോലെ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? അവരെങ്ങനെയായിരുന്നു നമ്മൾ അറിയണം. അതാണ് സലഫുകളുടെ ജീവിതവുമായിട്ട് എപ്പോഴും താരതമ്യം ചെയ്യണം. അപ്പൊ നാം പറഞ്ഞത്, ഈ ഹദീസിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്, അതിൽ ഒരാളാവാൻ എന്ത് യോഗ്യതയാണ് എനിക്ക് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതിനുള്ള പണിയെടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ഹദീസ് അള്ളാഹുവിന്റെ മറ്റൊരു സിഫത്തിനെ അറിയിക്കുന്നതാണ് നുസൂൽ. അള്ളാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമല്ല. അന്നാസിൽ എന്നുള്ളത് അല്ലെങ്കിൽ ഇറങ്ങുന്നവൻ എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമല്ല. പക്ഷെ നുസൂൽ അള്ളാഹുവിനുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അഥവാ അള്ളാഹു എവിടെയാണ്? അയിന അല്ലാഹ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഫിസ്സമാ, അല്ലെങ്കിൽ റഹ്മാനു അലൽ അർശി ഇസ്തവ, അർശിന്റെ മേലെ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ്. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ്. അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ജലാലത്തിന് യോജിച്ച രീതിയിൽ, അവിടുത്തെ അളമത്തിന് യോജിച്ച രീതിയിൽ എങ്ങനെയെന്ന് നമുക്കറിയില്ല, അത് എങ്ങനെയെന്ന് ഉപമിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ അള്ളാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. അതുമായി ബന്ധപ്പെട്ട ഹദീസാണ്. വഅൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ തബാറക വ തആല, നമ്മുടെ റബ്ബ് ഇറങ്ങുന്നതാണ്, കുല്ല ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയ, ദുനിയാവിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ആകാശത്തിലേക്ക്. 7 ആകാശമുണ്ട്, അതിന്റെ മേലെ കുർസിയുണ്ട്, വെള്ളമുണ്ട്, അതിന്റെ മേലെ അർശുണ്ട്, അതിന്റെ മേലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്തിവാ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്ന് ഒന്നാം ആകാശത്തേക്ക്, ദുനിയാവിനോട് ഏറ്റവും അടുത്തുള്ള ആകാശത്തിലേക്ക് ഇറങ്ങും. ഹീന യബ്ഖാ സുൽസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 ബാക്കിയുള്ള സമയത്ത് യഖൂൽ, എന്നിട്ട് അല്ലാഹു തആല ചോദിക്കും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു. ഇവിടെ ഈ ഒരു വാക്കിന് പല ആളുകളും അർത്ഥം പറഞ്ഞു കാണാറുള്ളത്, ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്, ഞാൻ ഉത്തരം ചെയ്യാം എന്നാണ് അർത്ഥം പറയാറുള്ളത്. പക്ഷെ ആ വാചകത്തിന്റെ അർത്ഥം അങ്ങനെയല്ല. ഫസ്തജീബ എന്നുള്ള സബബിയാണ്. അവിടെ അർത്ഥം എനിക്ക് ഉത്തരം ചെയ്യണം, ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത് എന്നാണ്. എനിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളതാണ്. അർത്ഥ വ്യത്യാസം മനസ്സിലായോ? ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് ഉത്തരം ചെയ്യാം എന്നല്ല അള്ളാഹു പറയുന്നത്. എനിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്. മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു മൻ യസ്അലുനി ഫഅഅതിയഹു, ഞാൻ നൽകാൻ വേണ്ടി ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ഞാൻ പുറത്ത് നൽകാൻ വേണ്ടി ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത് എന്നാണ് അതിന്റെ ആശയം. അത് ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷെ അല്ലാഹു തആലക്ക് നമ്മളിൽ നിന്നൊരു ആവശ്യമില്ല. പക്ഷെ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുകയാണ്. അള്ളാഹുവിന് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ടും അള്ളാഹുവിന് നൽകാൻ വേണ്ടിയിട്ടും അള്ളാഹുവിന് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മെ അല്ലാഹു തആല അങ്ങോട്ട് വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണിത്. കാരണം ഒരു നിലക്കും അള്ളാഹുവിന് നമ്മൾ ആവശ്യമില്ല, ഒരു നിലക്കും ആവശ്യമില്ല. നമ്മളാണെങ്കിലോ എല്ലാ നിലക്കും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. യഥാർത്ഥത്തിൽ നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരാം, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യും.
നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണ് ഞാൻ നൽകാം, നിങ്ങൾ എന്നോട് ചോദിക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യും എന്ന് അള്ളാഹു പറയാം. രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിന് പ്രധാനമായി മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, അള്ളാഹു തആല നുസൂൽ, ഏഴാം ആകാശത്തിൽ അതിന്റെ മേലെ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള അള്ളാഹു തആല ഓരോ ദിവസവും രാത്രിയിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. അത് എങ്ങനെ, എപ്പോൾ, പിന്നെ ചില ആളുകൾ ഇതിന് അശരികൾ പറയുന്ന പോലെ അമേരിക്കയിൽ ഇറങ്ങും, ഇന്ത്യയിൽ ഇറങ്ങും, ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ അമേരിക്കയിൽ ഇറങ്ങും, ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സ്വഹാബികൾ ഇത് ചർച്ച ചെയ്തിട്ടില്ല. സ്വഹാബികൾ ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തത്? അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്നുണ്ട്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ സമയത്ത് ഇബാദത്ത് ചെയ്യാം, അള്ളാഹുവിനോട് ചോദിക്കാന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. പിൽക്കാലത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൂടി മുത്തകല്ലിമീങ്ങൾ ചിന്തിച്ചിട്ട് അവര് ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് മറുപടി പറയേണ്ടി വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വഹാബികൾ ഇത് കേട്ടിട്ട് അള്ളാഹ് അപ്പൊ എങ്ങനെ ഇറങ്ങുക, അവിടെ ഇറങ്ങുമ്പോ ഇവിടെ ഇറങ്ങുമ്പോൾ സ്വഹാബികൾ ചോദിച്ചിട്ട് അവരെന്താ മനസ്സിലാക്കിയത്? ഈ സമയത്ത് അപ്പൊ അള്ളാഹിനോട് നമ്മൾ എന്ത് ചെയ്യാം, ദുആ ചെയ്യാം, നമ്മുടെ ആവശ്യങ്ങൾ പറയാം, ഇസ്തിഗ്ഫാർ നേടാം. അതവർ അമലാക്കി. പിൽക്കാലത്ത് ആളുകൾ അള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് അള്ളാഹ് എങ്ങനെയാണ് ഇറങ്ങിയിട്ടുണ്ടാവുക, എപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടാവുക, അന്നവന് ഇറക്കം വേണ്ട, അത് അള്ളാഹിനെ ചോദിച്ചതല്ല, നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അവർക്ക് തള്ളാൻ തുടങ്ങി. അപ്പൊ എന്ത് വന്നു? അഹ്ലുസുന്നക്ക് മറുപടി പറയേണ്ടി വന്നു. സ്വഹാബികൾ എന്താണ് അങ്ങനെ വിശ്വസിക്കാതെ ചെയ്തത്? പക്ഷെ അതൊന്നാമത്തെ ഭാഗം, നുസൂൽ അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തേത്, സ്വഹാബികളെ ഹദീസ് കേട്ടപ്പോ എന്താ ചെയ്തത്? ആ സമയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തെ വഖ്തുൽ ഇലാഹി എന്നും പല പേരുകളിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാം. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാനും പറയാനും ഇസ്തിഗ്ഫാർ നടത്താനുമെല്ലാം നമ്മൾ ഏറ്റവും അധികം പണിയെടുക്കേണ്ട ഒരു സമയമാണത്. ആ സമയം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. തെരഞ്ഞെടുക്കുന്ന അള്ളാഹുവിന്റെ അടിമകൾക്ക് മാത്രമേ ആ സമയത്ത് പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടു കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്തെങ്കിലും പറയാനും ചോദിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. മുനാജാത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. ആ സമയത്തെ സലഫുകളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവർ നഷ്ടപ്പെടുത്താറുണ്ടായിരുന്നില്ല. സലഫുകളെ പറ്റി പറയുന്നത് കാണാം, അവർക്ക് രാത്രിയായാൽ സന്തോഷമാവുന്ന, രാത്രിയായാൽ അവർ സന്തോഷിക്കും. കാരണം എന്താ? എനിക്ക് എന്റെ റബ്ബുമായിട്ട് ഒറ്റക്കാവാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്രയും അവർ അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിരുന്ന ഒരു സമയമായിരുന്നു. പല സലഫുകളെയും വാക്ക് കാണാം, ലൗലാ അല്ലൈലു, രാത്രി ഇല്ലായിരുന്നെങ്കിൽ അതായത് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞു കാണാം. കാരണം അവരത്രയും മുറുകെ പിടിച്ചിരുന്ന ഒരു സമയമായിരുന്നു രാത്രി നിസ്കാരം, അല്ലെങ്കിൽ രാത്രിയിലെ ആ സമയം എന്നുള്ളത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്ന്, അള്ളാഹുവിന്റെ നുസൂല് അഖീദപരമായിട്ട് സ്ഥിരപ്പെടുക, അള്ളാഹു ഇറങ്ങുന്നുണ്ട് എല്ലാ ദിവസവും. എങ്ങനെ നമുക്കറിയില്ല, ഏതുപോലെ നമുക്കറിയില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. രണ്ട്, ആ സമയത്തെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അവസാനത്തെ ഈ ബാബിലെ അവസാനത്തെ ഹദീസ് അതുകൂടി വായിക്കാം. وعن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم أبو موسى الأشعري رضي الله عنه ذكر نبي صلى الله عليه وسلم പറഞ്ഞു جنتان من ذهب آنيتهما وما فيهما. രണ്ട് സ്വർഗ്ഗങ്ങൾ, അതിൽ ആ രണ്ട് സ്വർഗം സ്വർണം കൊണ്ടുള്ളതാണ്, അതിലുള്ള ഉപകരണങ്ങൾ. ആനിയത്ത് എന്ന് പറഞ്ഞാൽ അതിലെ മെറ്റീരിയൽസ്, യൂട്ടൻസിൽസ് അഥവാ അതിന്റെ എല്ലാ സാധനങ്ങളും സ്വർണം കൊണ്ടുള്ളതാണ്, അതിലുള്ളതെല്ലാം. വജന്നത മിൻ ഫിദ്ദ, രണ്ട് സ്വർഗങ്ങൾ അത് വെള്ളി കൊണ്ടുള്ളതാണ്. വമാ ഫീഹിമ, അതിനകത്തുള്ളതെല്ലാം. വമാ ബൈനൽ ഖൗമി വബൈന അൻ യൻദുറു ഇലാ റബ്ബിഹിം, ആ ഒരു ആൾക്ക്, ആ സ്വർഗാവകാശികളായ ആളുകളുടെയും അള്ളാഹുലേക്ക് നോക്കുന്നതിന്റെയും ഇടയിൽ ആകെയുള്ളത് ഇല്ലാ റിദാഉൽ കിബ്രിയാ അലാ വജ്ഹിഹി ഫി ജന്നതി അദ്നിൻ. കിബ്രിയാഇന്റെ റിദാ പറഞ്ഞ പൊതുവെ ഇസാർ റിദാ, അള്ളാഹുവിന് ഇസാർ റിദാ ഉണ്ടെന്നാണ്. ഇതാ പറഞ്ഞ മേൽവസ്ത്രത്തിനാ പറയുക, അത് കിബ്രിയ ആണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മറയുണ്ട് അള്ളാഹുവിന് അലാ വജ്ഹി, അള്ളാഹുവിന്റെ വജ്ഹിന്റെ മുമ്പിൽ. ഫി ജന്നതി അദ്നിൻ, അദ്ൻ എന്ന് പറഞ്ഞാൽ ഖാലിദ്, ഖുലൂദുള്ള, നിലനിൽക്കുന്ന സ്വർഗത്തിൽ ആ മുഖത്തിന് മുമ്പിലുള്ള ആ റിദാ, ആ മറ മാത്രമേ നീങ്ങാനുള്ളൂ ഈ സ്വർഗാവകാശികളുടെ മുമ്പിൽ എന്നുള്ളത്. ഇത് ഈ ഒരു ബാബിന്റെ അവസാനത്തിൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതിന്റെ തുടക്കമാണ് തൗഹീദ് എന്നുള്ളത്. ഈ ബാബിലെ ഹദീസിൽ ഒന്നാമത്തേത് എന്താണ്? തൗഹീദാണ്. അള്ളാഹുവിനെ കുറിച്ച് ദുനിയാവിലുള്ള അറിവിന്റെ അസ്ലാണ് തൗഹീദ് എന്നുള്ളത്. പരിപൂർണത സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അപ്പൊ ആ സ്വർഗത്തിനെ പറ്റി അറിയിക്കുന്നതും അള്ളാഹുവിനെ കാണുന്നതിനെ പറ്റി അറിയിക്കുന്നതുമാണ് ഈ ബാബിൽ അവസാനം കൊടുത്തിട്ടുള്ളത്. സ്വർഗം എന്നുള്ളത് ഒരൊറ്റ സ്വർഗമല്ല. കാരണം ഹദീസിൽ തന്നെ കാണാം ധാരാളം സ്വർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ സ്വർഗത്തിന്റെ ദറജകൾ ധാരാളമായിട്ടുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് രണ്ട് സ്വർഗങ്ങൾ സ്വർണം കൊണ്ടും രണ്ട് സ്വർഗങ്ങൾ വെള്ളി കൊണ്ടും. അതുപോലെ ഏറ്റവും ഉന്നതമായ സ്വർഗാണ് എന്ത്? ജന്നത്തുൽ ഫിർദൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ സഅൽതുമുല്ലാഹ ഫസലൂഹ്,
അൽ ഫിർദൗസ്, ഫിർദൗസിനെ നിങ്ങൾ ചോദിക്കണം എന്നുള്ളത്. സ്വർഗത്തിലെ സ്വർഗം എന്നുള്ളത് ആണെങ്കിലും ആ സ്വർഗത്തിലെ വ്യത്യസ്ത ഇനങ്ങളിലായിക്കൊണ്ട് ധാരാളം സ്വർഗങ്ങളുണ്ട്. ചില ഹദീസിൽ 100 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അപ്പൊ സ്വർഗം എന്നുള്ളത് അത്ര വിശാലമായിട്ടുള്ള ദറജകളുള്ള ഓരോരുത്തരുടെയും അമലിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ദറജയിൽ എത്തുന്നതാണ്. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം അവിടെ അള്ളാഹുവിനെ കാണാൻ അള്ളാഹുവിന്റെ മറ നീങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അതിൽ ആ മറ നീങ്ങൽ മാത്രമേ തടസ്സമായിട്ടുണ്ടാവുകയുള്ളൂ. അത് നീങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ കാണുന്നതുമാണ് എന്ന് കാണാം. അപ്പൊ ഇത് അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അള്ളാഹുവിന്റെ മഅരിഫത്തിന്റെ പരിപൂർണതയാണെന്ത്? അള്ളാഹുവിനെ കാണുക എന്നുള്ളത്, സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അപ്പൊ ഈ ബാബിൽ തൗഹീദിൽ ആരംഭിച്ച് ഇവിടെ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത്. ഉലമാക്കളുടെ രീതിയാണ്. ഇപ്പൊ റിയാദുസ് സാലിഹീൻ നോക്കിക്കഴിഞ്ഞാൽ ഇഖ്ലാസ് ആണ് ആരംഭിക്കുന്നത്, അവസാനം കൊടുത്തുള്ള ഹദീസ് അള്ളാഹുവിനെ കാണലാണ്. സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുന്നതാണ് അവസാനത്തെ ബാബ് റിയാദുസ് സാലിഹീന്റെ. പല കിതാബുകളിലും പണ്ഡിതന്മാർ ഈ നിലക്ക് കൊടുക്കാറുണ്ട്. കാരണം തുടക്കം തൗഹീദും അവസാനം അള്ളാഹുവിനെ കാണൽ, രണ്ടും മഅരിഫത്താണ്. ഒന്ന് അള്ളാഹുവിനെ ദുനിയാവിൽ അറിയലാണ് തൗഹീദ്, അതിന്റെ അടിസ്ഥാനമാണ് തൗഹീദ്. അതിന്റെ മേലെ വേറെ ശാഖകൾ. സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ദറജ എന്നുള്ളത്. ഇതിൽ ഓരോ ഹദീസും ഇതിൽ പകുതി മുക്കാലോളം ഹദീസുകൾ ഈ കിതാബിലെ തന്നെ പകുതി മുക്കാൽ ഹദീസ് കിതാബ് തൗഹീദിലും അഖീദത്തുൽ വാസിയയിലും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഒരു പ്രത്യേക തർത്തീബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഒന്നാമത്തെ ബാബ് മാത്രം ഇമാം സഅദി റഹിമഹുല്ലാഹ് ശർഹ് ചെയ്തിട്ടുണ്ട്. ഈ കിതാബിൽ മുഴുവനില്ലാതെ ഈ ഒന്നാമത്തെ മഅരിഫത്തുല്ലാഹ് എന്നുള്ള ബാബ് മാത്രം ഇമാം സഅദി റഹിമഹുല്ലാഹ് കുറച്ച് വിശാലമായി ശർഹ് ചെയ്തിട്ട് അതിന്റെ മത്ബൂ ആയിട്ട് അതിന്റെ പ്രിന്റ് നമുക്ക് ലഭ്യമാണ്. അപ്പൊ ഈ ഹദീസുകൾ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിനെ അറിയാൻ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഹദീസുകളാണ്. ഞാൻ വളരെ ചുരുക്കിയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഗൗരവത്തിലെ ഹദീസുകൾ വായിക്കണം, അതിന്റെ ആശയത്തെ ആലോചിക്കണം, അത് ചിന്തിക്കണം. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ധാരാളം ഉപകരിക്കും. ഇതിന്റെ വേറെ ശർഹകളും മറ്റുമെല്ലാം കേൾക്കുമ്പോൾ കൂടുതൽ ആ ഹദീസുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അതിന്റെ അടുത്ത ഭാഗം പിന്നെ അടുത്ത ബാബ് വരുന്നത് ഹത്താ ഇദാ ഫുസിഅ അൻ ഖുലൂബിഹിം. അടുത്ത 2 ബാബ് കിതാബ് തൗഹീദിലുള്ള അതേപോലെ തന്നെ ബാബുകൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിനെ പറ്റി തന്നെ അള്ളാഹുവിന്റെ മഹത്വത്തെ അറിയിക്കുന്ന ചില കാര്യങ്ങളാണ് അടുത്ത 2 ബാബുകൾ. അതിനുശേഷം മലക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, കിതാബ് ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പിന്നെ മൻഹജുമായി ബന്ധപ്പെട്ട മൻഹജുസ് സലഫ് അഹ്ലുസ് സുന്നയുടെ മൻഹജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, പിന്നെ അവസാനം തലബുൽ ഇൽമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ കിതാബിൽ വരുന്നത്. അല്ലാഹു തആല പരിപൂർണമായിട്ട് എടുക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.